സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ ടി വി UP എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ എന്ന ടോപ്പിക്കിൻ്റെ 5ാമത്തെ ഭാഗം പാട്ടാണിന്ന്. അപ്പോൾ 2ാം ഗവൺമെൻറ്റിൽ നിന്ന് 1ാം ഗവൺമെൻറ്റിലേക്ക് എന്ന മനുഷ്യൻ എന്ന പാട്ടിൻ്റെ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ നന്നായി കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിലൂടെ ഞങ്ങളെ അങ്ങുമായി അങ്ങ് ഒന്നാക്കിയിരിക്കുക. നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളിൽ വെളിപ്പെടുകയും ഞങ്ങളിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ലോകം, ഈ ഭൂമി അങ്ങേ കാണുവാൻ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജീവനും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ ചിന്തകളും അങ്ങയുടെ എല്ലാ ആട്രിബ്യൂട്ട്സും സമൃദ്ധമായി ജനം തിരിച്ചറിയുവാൻ, അവർ സ്വീകരിപ്പാൻ, ജീവിതത്തിൽ ഉപയോഗിപ്പാൻ ഇതാ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളിലൂടെ വിടരുവാൻ തക്കവണ്ണം ഓരോ റോസിൽ നിന്ന് അത് മുട്ടിട്ട് അത് പൂവായി വിരിഞ്ഞ് എല്ലാവർക്കും സുഗന്ധം പരത്തുന്നത് പോലെ അങ്ങ് ഞങ്ങളാകുന്ന ഈ മുട്ടിലൂടെ വിരിഞ്ഞ് ഈ എല്ലായിടത്തും പ്രകാശമായി സുഗന്ധമായി ജീവനായി തീരുവാൻ ഇടയാകുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കേൾക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ കൂട്ടി വരുത്തണമേ. ഇതാ ഞങ്ങൾ അങ്ങയുടേതല്ലോ, ഇതാ ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ അത്ഭുതകരങ്ങളിൽ ഇരിക്കുന്നു പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ ആത്മാവാൽ ഞങ്ങളെ നയിച്ചാട്ടെ. ഇതാ അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തെ ഞങ്ങളെ മൂടിയാട്ടെ. ദുഷ്ടരുടെ സകല പ്രവൃത്തികളും തകർത്തെറിഞ്ഞുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികൾ എല്ലായിടത്തും വിശാലമാകുവാനിടയാകട്ടെ. ഈ ചാനലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നെ പ്രവർത്തിക്കുന്നത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഏവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും അങ്ങയുടെ വഴി നടക്കുന്നവരുമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗ്ഗസ്ഥ പിതാവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. ദൈവം നമ്മളേവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിനായ ക്രിസ്തു നമ്മളേവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ഇവിടെ കടന്നു വന്നപ്പോ ഈ ബ്രോഡ്കാസ്റ്റിംഗ് പ്രാർത്ഥനയുടെ എൻ്റെ ഒരു പ്രാർത്ഥന റൂമാണിത്. അവിടെ കടന്നു വന്നപ്പോ ഒരല്പം താമസിച്ചാണ് തുടങ്ങുവാനായിട്ട് ഇടയായത്. അപ്പൊ പെട്ടെന്ന് ദൈവ ഹൃദയത്തിൽ ഒരു 4 വരി അങ്ങ് തന്നു. 4 വരി പാട്ടെ. ധാരാളം പാട്ടുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് ഇപ്പൊ തന്ന ഒരു 4 വരി പാട്ടാണ്. ഇന്ന് സന്ദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് പാടി അങ്ങ് ആരംഭിക്കാം. പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. എല്ലാവർക്കും ഇത് പാടിയാലോ? പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി.
യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. മനുഷ്യൻ എന്ന ദി മാൻ എന്ന ടൈറ്റിലിന്റെ കീഴിൽ 5ാമത്തെ ക്ലാസ് ആണിത്. ഈ ടൈറ്റിലിന്റെ കീഴിൽ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് 2ാം ഗവൺമെന്റിൽ നിന്ന് 1ാം ഗവൺമെന്റിലേക്ക് മാറുക. ഇതാണ് സബ് ടൈറ്റിൽ. ഇപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 4 ക്ലാസ്സുകൾ, 4 എപ്പിസോഡുകൾ കേൾക്കാത്തവർ അത് കേൾക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചുമ്മാ ഒരു തിയറി മനസ്സിലാക്കി അവസാനിപ്പിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്ന് ജയം പ്രാപിക്കേണ്ടതാണ്. നാം നമ്മെക്കുറിച്ച് തന്നെ നാം മനസ്സിലാക്കുകയാണ്. കാരണം നാം ആണ് ദൈവരാജ്യം, നാം ആണ് ദൈവരാജ്യമായി തീരേണ്ടത്. അപ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ കഴിഞ്ഞ അതിന്റെ ഇൻട്രൊഡക്ടറി ഭാഗങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതധികം പറഞ്ഞ് നമ്മൾ സമയം നീട്ടുന്നില്ല. പെട്ടെന്ന് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുവെങ്കിൽ മനസ്സിലാക്കുക, മനുഷ്യ മക്കളായ നാം ദൈവമക്കളായി മാറണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതായത് മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ഒരു ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. പക്ഷേ നമ്മളിൽ ആ ഒരു ക്രമീകരണം ഇല്ലാതെയായിപ്പോയി, നാം വീണുപോയി. ആ ഒരു ക്രമീകരണം നമ്മളിൽ ഇല്ലാതെയായി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ദൈവരാജ്യമാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ സന്ദേശങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കമ്പി വാചകത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനാണ്. ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, ഈ ഭൂമിയെ വാഴുവാൻ ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. അതാണ് അവന്റെ ജോലി, ദൈവത്തെ വെളിപ്പെടുത്തുക. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന, തന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണത്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണത്, ദൈവത്തെ നമ്മിലൂടെ വെളിപ്പെടുത്തുക. നമ്മളെ കാണുന്നത് ദൈവത്തെ കാണണം. നമ്മുടെ സാമ്പിൾ പ്രൊഡക്റ്റ് ആണ് കർത്താവായ യേശു ക്രിസ്തു. ഇതാ യേശു പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. സ്വർഗത്തിലാണ് ആ പിതാവുള്ളത്, പക്ഷേ ഭൂമിയിൽ എന്നെ നോക്കിയാൽ ആ പിതാവിനെ കാണാം. അദൃശ്യനായ ദൈവത്തെ എന്നിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോടുകൂടെ. ആ അങ്ങനെ ഇമ്മാനുവലായി ജീവിച്ച ക്രിസ്തുവെ പോലെ ആകാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇതാണ് റോമ 8:29 പറയുന്നത്. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ എന്നെയും നിങ്ങളെയും മുൻ നിയമിച്ചിരിക്കണം. പക്ഷെ നമ്മൾ ഇന്ന് ഈ വിശ്വാസമല്ല ക്രിസ്ത്യൻ സമൂഹം പലരും വേറൊരു വിശ്വാസത്തിലേക്ക് പോയി. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ ഒരു വിഗ്രഹാരാധകരെ പോലെ ആരാധിച്ച് മാത്രം അവസാനിപ്പിക്കുന്ന ഒരു കൂട്ടായി പോയി. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളോട് ആഹ്വാനം ചെയ്ത അതല്ല, പകരം യേശുക്രിസ്തുവിനെ അനുഗമിച്ച് യേശുക്രിസ്തു ആകുന്ന ആ തലയോളം വളർന്ന് ക്രിസ്തു യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവിങ്കിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മൾ അതിൽ എത്താതിരിപ്പാൻ തക്കവണ്ണം പിശാചും അവൻ്റെതായ സകല പ്രവൃത്തികളും അതിന്റെ പുറകെ ഉണ്ട്, നമ്മളെ തെറ്റിച്ച് കളയാനായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനൊരു മതത്തിന്റെയോ ഒരു ഡിനോമിനേഷന്റെയോ ഒരു ഗ്രൂപ്പിന്റെയോ ആളല്ല, പകരം ക്രിസ്തുവിന്റെ ഭൂമിയിലെ അംബാസിഡർ ആണ്. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവജനത്തിന് ദൈവം തരുന്ന ചിന്തകളെ അറിയിക്കുക. അതനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർ അതിൽ കടന്നു വന്ന് അവർ യേശുവെ അനുഗമിച്ച് അവരുടെ ലക്ഷ്യമായ പിതാവിന്റെ അടുക്കലെത്തും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നമ്മുടെ വഴിയും മാർഗവും ഗ്രോത്ത്, നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തു ആകുന്ന തലയോളമാണ്. അതിന്റെ വഴി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്.
അങ്ങനെ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നമുക്ക് സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കലെത്താം. ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും, എന്നിലെത്തുക എന്നുള്ളതല്ല, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൽ എത്തുന്നില്ല. അപ്പോ പിതാവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. ദൈവവചനം വീണ്ടും ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് ഗോൾ ആരും മറന്നു പോകരുത്. ഇന്ന് നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികൾ ഗോളിൽ എത്തുന്നില്ല. അവർ ക്രിസ്തുവിൽ എത്തുന്നുണ്ട്, ഗോളിൽ, അത് ലക്ഷ്യത്തിൽ പിതാവിൽ എത്തുന്നില്ല. മത്തായി 7:21, 22, 23 ന്യായവിധിയിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു സുവിശേഷകരോടും വിശ്വാസികളോടും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. അപ്പൊ ഇവരൊക്കെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞവരാണ്, ഇവർ വീണ്ടും ജനിച്ചവരാണ്, നമ്മുടെ ഭാഷയില് സുവിശേഷം അറിയിച്ചവരാണ്. അവരെ അന്ന് യേശു പറയുന്നു, എന്നാൽ പലരും എന്നോട് പറയും ഇങ്ങനെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു എന്നൊക്കെ. അപ്പൊ വളരെ വിശ്വാസത്തോടുകൂടിയാണ് അവർ പറയുന്നത്, പ്രത്യാശയോടുകൂടിയാണ് ഈ പറയുന്നത്. പക്ഷെ അന്ന് ജനറലായിട്ട് ഈ ചർച്ചിനോട് മൊത്തം വിശ്വാസികളോട് ദൈവദാസന്മാരോട് യേശുക്രിസ്തു പറയുകയാണ്, എന്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് പിതാവിന്റെ അടുക്ക് എത്താൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ ഈ ഫൂളിഷ് ക്രിസ്ത്യാനിറ്റിയും കൊണ്ട് നടക്കാതെ സത്യസന്ധമായ ക്രിസ്ത്യാനിറ്റി കൊണ്ട് നടക്കുക. ഓക്കെ, ദൈവവചനത്തില് ഈ 2 ടൈപ്പ് ആളുകളെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ. വിളക്കെടുത്ത ഒരു കൂട്ടരുണ്ട്, ബുദ്ധി ഇല്ലാത്ത കന്യകമാർ, അതാണ് ഈ ഫൂളിഷ് എന്ന് പറയുന്നത്. പിന്നെ വിളക്കോടുകൂടി എണ്ണയെടുത്തവരുണ്ട്, അവരെയാണ് ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചത് ക്രിസ്ത്യ സമൂഹത്തെ അപമാനിച്ചതല്ല, പകരം നമ്മൾ ഈ വിളക്ക് മാത്രം എടുത്ത് ഒരുങ്ങാത്ത കന്യകാരെ പോലെ ഇങ്ങനെ ആകാതെ, പകരം വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പിശാചും അവന്റെ സൈന്യവും ഉണ്ടെന്ന് മനസ്സിലാക്കി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ, ബുദ്ധിയുള്ള ആ ക്രിസ്തീയ വിഭാഗത്തെ പോലെ ക്രിസ്തുവെ അനുഗമിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആ തലം എന്ന് പറയുന്നത്, കഴിഞ്ഞ സന്ദേശം കേൾക്കാത്തവര് മനസ്സിലാക്കി, കഴിഞ്ഞ സന്ദേശം എന്ന് പറയുന്നത് 3 ഗവൺമെന്റുകളെ കുറിച്ചായിരുന്നു പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന 2ാം ഗവൺമെന്റിൽ നിന്ന് 1ാം ഗവൺമെന്റിലേക്ക്. അപ്പൊ കഴിഞ്ഞ സന്ദേശം കേൾക്കാത്തവരെ എങ്ങനെയാണ് ഈ 2ാം ഗവൺമെന്റും 1ാം ഗവൺമെന്റും 3ാം ഗവൺമെന്റും അറിയുന്നത്? അപ്പൊ ജസ്റ്റ് കമ്പിവാദ്യത്തിൽ അതൊന്നും പറഞ്ഞ് നിങ്ങളെയും കൂടി ചേർത്ത് അതിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, 1ാം ഗവൺമെന്റ് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്, ദൈവത്തിന്റെ ഗവൺമെന്റാണ്. ആ ദൈവത്തിന്റെ ഗവൺമെന്റ് ആയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചൊരുക്കിയത്. ദൈവം തലയാണ് ഗവൺ ചെയ്യുന്നത്, ഭരിക്കുന്നത്. മനുഷ്യൻ ആ ഗവൺമെന്റിന്റെ ബോഡി. ദൈവം തല, മനുഷ്യൻ ബോഡി. അപ്പോ ദൈവത്തിന്റെ ഗവൺമെന്റായി. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമാണ്, ദൈവത്തിന്റെ ഭരണ സംവിധാനം. അപ്പൊ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മനുഷ്യൻ സ്വയമേ പ്രവർത്തിക്കാനല്ല. മനുഷ്യൻ സ്വയമേ പ്രവർത്തിച്ചാൽ മനുഷ്യൻ മൾ ഫങ്ഷൻ ആണ്, തെറ്റായി പ്രവർത്തിക്കുന്നവനാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവം മനുഷ്യനിലൂടെ പ്രവർത്തിക്കാനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നമ്മളിവിടെ വീണ് കിടക്കുകയാണ്, ഇത് കറക്റ്റ് ചെയ്യണം. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവം മനുഷ്യനിലൂടെ പ്രവർത്തിക്കാനാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ഗവൺമെന്റ് ആണ്. മനുഷ്യനാണ് ദൈവരാജ്യം ഭൂമിയിൽ. മനസ്സിലാക്കുക. വ്യക്തതയോടെ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേര് ഇപ്പൊ രാജു എന്നാണ്. നിങ്ങളുടെ ഹോൾ ബീയിങ്, തലയും ശരീരവും എല്ലാം കൂടി ചേർന്ന രാജ്യമാണ്. നിങ്ങളുടെ പേര് മിനി എന്നാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ബീയിങ്, തലയും ശരീരവും എല്ലാം കൂടി ചേർന്ന് മിനി രാജ്യമാണ്, കിങ്ഡം ഓഫ് മിനി. മറ്റേത് കിങ്ഡം ഓഫ് രാജു. അതിന്റെ തലയാണ് ആ രാജുവിന്റെ തല അല്ലെങ്കിൽ മിനിയുടെ തല, രാജാവ്. ആ ബോഡി അവയവങ്ങളെല്ലാമാണ് പ്രജകൾ. അപ്പൊ തലയായ രാജു പറയുന്നതാണ് ബോഡി മൊത്തം ചെയ്യുള്ളൂ, തലയായ മിനി പറയുന്നതാണ് ബോഡി മൊത്തം ചെയ്യുള്ളൂ. ബോഡിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, കാരണം തലയാണ് കാര്യങ്ങൾ അറിഞ്ഞ് ബോഡിയെ ചലിപ്പിക്കുന്നത്. തലയെ ആശ്രയിച്ച് ബോഡി നിന്നാൽ മതി. ഇതേപോലെയാണ് നമ്മുടെ സ്ട്രക്ചർ. നമ്മുടെ സ്ട്രക്ചറിൽ നമ്മുടെ തല ദൈവമാണ്.
നമ്മൾ ആ ദൈവത്തിന്റെ ബോഡി ആയിട്ടാണ് സൃഷ്ടിപ്പ് നടന്നെങ്കിൽ. ദൈവം ചിന്ത തരുന്നു, ബോഡി ചെയ്യുന്നു. ഇപ്പൊ എനിക്കിത് വെള്ളം കുടിക്കണമെന്ന് തല ചിന്ത തരുന്നു. ഉടനെ തന്നെ ബോഡിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഏതെങ്കിലും ബോഡിയുടെ ഇടത് കൈക്കോ വലത് കൈക്കോ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു, അത് തലയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കും. അപ്പൊ തല ആ കൈ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം എടുത്ത് വെള്ളം കുടിക്കുന്നു. തലയാണ് ബോഡി ചലിപ്പിക്കുന്നത്. ഇതേപോലെ ദൈവം വേണം നമ്മളെ ചലിപ്പിക്കാൻ. അതാണ് ദൈവരാജ്യം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവരാജ്യമാണ്. യേശു പറഞ്ഞിട്ടില്ലേ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്റെ പിതാവ് എന്ത് കാണിച്ചു തരുന്നു അത് ഞാൻ കാണിക്കുന്നു. എന്റെ പിതാവ് എന്ത് പറയുന്നു ഞാൻ പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, ഇതാണ് ദൈവപുത്രൻ, ഇതാണ് ദൈവപുത്രൻ. ആ യേശുവിനെ പോലെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ആ പാട്ട് വന്നില്ലേ, പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. കേട്ടോ, പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. ഹല്ലേലൂയ. ഇത് യേശു പറഞ്ഞ എപ്പോഴാ നിങ്ങൾക്ക് അറിയാമോ? ഈ സാഹചര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. യേശു ഇത് പറഞ്ഞത് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോ യഹൂദന്മാര് പറഞ്ഞു, നീ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കി എന്ന് പറഞ്ഞ് യേശുവിന്റെ നേരെ മെക്കിട്ട് കയറി. അപ്പോ യേശു ക്രിസ്തു തിരിച്ചു പറയുന്ന രംഗമാണ്, ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കണം. തിരിച്ചു പറയാണ്, ആമേൻ ആമേൻ ഞാൻ യഹൂദന്മാരെ നിങ്ങളോട് പറയുന്നു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എന്റെ അപ്പൻ എല്ലാം സ്വയമേ ചെയ്യുന്ന ആളാ. എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ ദൈവത്തോട് തുല്യം തന്നെയാണ് ക്ലാസ്സിൽ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്റെ അപ്പനും ഞാനിവിടെ വളരെ വ്യത്യാസമുണ്ട്. എന്റെ അപ്പനെല്ലാം സ്വയമേ ചെയ്യുന്നതാ. പക്ഷെ എനിക്കൊന്നും സ്വയമേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ബോഡിയാ, ഞാൻ ദൈവപുത്രനാ. അതുകൊണ്ട് യേശു അവരോട് തിരിച്ചു പറയുകയാണ് ഈ ഒരു കാര്യം. യോഹന്നാൻ 5:19 വായിച്ച സിസ്റ്ററെ, യോഹന്നാൻ 5:19 യേശു തിരിച്ചു പറയാണ്, ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എൻ്റെ അപ്പന് അസാധ്യമായതൊന്നുമില്ല. താൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. താൻ ധന്യനായ ഏകാധിപതിയാണ്, ആരോട് ചോദിക്കത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് അപ്പൻ ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് യേശു പറയുന്നത്. വായിച്ച 5:19 സത്യം ചെയ്ത് പറയുക. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. കേട്ടോ, ഇപ്പൊ നമ്മൾ പാടിയത് മനസ്സിലായോ? പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. കേട്ടോ, ഹല്ലേലൂയ, ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും യഹൂദന്മാരെ നിങ്ങളോട് പറയുന്നു. ഇക്കോ വരുന്നുണ്ട് സിസ്റ്ററെ, അവിടെ ഓർക്കുക. ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നു, തല എന്ത് ചെയ്യുന്നു അതേ ശരീരമാകുന്ന എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ ദൈവത്തിന്റെ ശരീരമാണ്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ശരീര രൂപത്തിൽ, ബോഡി രൂപത്തിൽ എന്നിൽ വസിക്കുന്നു. ഞാനല്ല തല. ദൈവവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എന്റെ അപ്പനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനല്ല തല, ഞാൻ ബോഡിയാ. ബോഡിയിൽ നിന്നൊന്നും ആരംഭിക്കുന്നില്ല, എല്ലാം തലയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് ദൈവരാജ്യമാണ്. മനസ്സിലായോ? ആ അപ്പന്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് യേശു പലപ്പോഴും പറയുന്നത്, പിതാവ് എന്നെക്കാളും വലിയവൻ. ഹല്ലേലൂയ. അപ്പോ യേശുക്രിസ്തു നമ്മുടെ തലയാണ്. യേശുക്രിസ്തുവിന്റെ തല പിതാവാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം? യോഹന്നാൻ 5:30 യേശുക്രിസ്തു വീണ്ടും പറയുന്നതിന്റെ രംഗമുണ്ട്. ഇത് തന്നെ,
യോഹന്നാൻ 5:19 നമ്മൾ വായിച്ചതല്ലേ? എന്നാൽ യോഹന്നാൻ 5:30 ഒരു യേശു വീണ്ടും പറയുകയാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. കണ്ടോ ബോഡിയുടെ പ്രത്യേകത കണ്ടോ? ഇതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, ബോഡി ഒരിക്കലും ബോഡിയുടെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ നീതി ഉള്ളതാകുന്നു. എന്നെ അയച്ച എന്റെ തലയുടെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഇതൊന്നും കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വ്യക്തതയോടെ മനസ്സിലായിരുന്നില്ല. എന്നാൽ സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയാണ്. ഇതാ യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ഇനി നമ്മൾ ആ പാട്ടിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ഈ യേശുവിനെ പോലെയാണ് നമ്മുടെ തല ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്നാണ് 1 Corinthians 11:3 പറയുന്നത്. ഇനി പറയാണ്, യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. കണ്ടോ, യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ എനിക്ക് യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യേശുവിന് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണക്ഷൻ കണ്ടോ? അങ്ങനെ ക്രിസ്തയേശുവിലൂടെ നമ്മൾ പിതാവുമായിട്ട് ഒന്നാകുക, ഒറ്റ ബോഡി ആകുകയാണ്, വൺ ബോഡി സിസ്റ്റം. അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരിക, അതായത് ഒന്നാം ഗവൺമെന്റിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് യോഹന്നാൻ 15 യേശുക്രിസ്തു പറയുന്ന രംഗമുണ്ട്, ഞാനും പിതാവും തമ്മിലുള്ള ആ കണക്ഷൻ. എന്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ അതിലെ ശാഖകളാണ്. അപ്പൊ നമ്മളെല്ലാം കൂടി കണക്ട് ആകാൻ പോവുക. എന്നിട്ട് യേശുക്രിസ്തു പറയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ 5-ാം വാക്യം 15:5 പറയാണ്. എടുത്തിങ്ങൊന്ന് വായിച്ചു സിസ്റ്ററെ. യോഹന്നാൻ 15:5 അല്ലേ? അതെ അതെ അതെ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Without me you can do nothing. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ക്രിസ്തുവാണ് നമ്മുടെ തല. നമ്മൾ തുടങ്ങുന്നത് ക്രിസ്തുവിൽ നിന്നാണ്, ക്രിസ്തു തുടങ്ങുന്നത് പിതാവിൽ നിന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യക്കാരായാൽ നമ്മൾ ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്, ക്രിസ്തുവിലൂടെയാണ്. വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതാണ് ആ മുന്തിരിവള്ളിയും ശാഖകളുടെയും ഉപമ. പിതാവ് എന്ന തോട്ടക്കാരൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും അപ്പൊ ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. യേശു ആകുന്ന മുന്തിരിവള്ളിക്ക് വേരുണ്ട്, നമുക്ക് വേരില്ല. യേശു ആകുന്ന മുന്തിരിവള്ളിയുടെ വേരിലൂടെ പിതാവ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും യേശു സ്വീകരിക്കുന്നു. ഇതാ യേശു പറയുന്നത്, ഞാൻ എന്റെ പിതാവിനാൽ ജീവിക്കുന്നത് പോലെ ഇനി എന്നെ തിന്നുന്നവൻ എന്നാൽ ജീവിക്കും. അപ്പൊ ആ യേശുവാകുന്ന മുന്തിരിവള്ളിയിലൂടെ വരുന്ന വെള്ളവും വളവും യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ ഒട്ടു നിൽക്കുന്ന ശാഖകളായി നമ്മൾ മാറിയാൽ നമ്മളിലേക്കും പിതാവ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കിട്ടും. അങ്ങനെ ആ ജീവൻ നമ്മിലേക്കും വരും. അങ്ങനെ ആ പിതാവുമായി നമ്മൾ പുത്രനിലൂടെ ഒന്നാകുന്നു. എങ്ങനെയാ? വെള്ളത്തിലൂടെ. വെള്ളം കാണിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ആഴങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം ലിങ്ക് ആണ്. ദൈവരാജ്യത്തിലെ എല്ലാം ലിങ്ക് ആണ്, എല്ലാം കൂടെ ഒരു സിംഗിൾ ബോഡി സിസ്റ്റം ആണ്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കുന്നത്, ഈ പാട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും പാടണം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടെ ഒറ്റ ലൈനോട് പാടാം. പിതാവിൽ നിന്ന് തുടങ്ങും യേശുവെ പോലെ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി, യേശുവാകും തലയിൽ നിന്ന് ഞാൻ തുടങ്ങുന്നേ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി. കേട്ടോ? ഓക്കെ, ഇത് നിങ്ങളിത് കേക്ക് നടക്കുമ്പോ ഒക്കെ പാടണം. അപ്പൊ നിങ്ങൾ ആരായി മാറാൻ സാധ്യതയുണ്ട്? ഇത് പ്രകാരം മൂവ് ചെയ്താൽ ദൈവരാജ്യക്കാരനായി മാറും, ദൈവപുത്രനായി മാറും. ഓക്കെ, ക്രിസ്തുവിലൂടെ പിതാവുമായി. യോഹന്നാൻ പറയുന്ന പോലെ, ഞങ്ങളുടെ കൂട്ടായ്മയോ
പിതാവിനോടും അവരുടെ പുത്രനായ ക്രിസ്തുവോടും കൂടെ ആണ് എന്ന് പറയുന്ന തലത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകും. അപ്പോ കഴിഞ്ഞ സമയത്ത് കേൾക്കാത്തവർക്ക് കൂടി പെട്ടെന്ന് നമ്മുടെ ഉള്ളിലാണ് ഈ ദൈവരാജ്യം. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ ഒറ്റ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഗവൺമെന്റ്. മനുഷ്യൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യൻ ABCD പഠിക്കേണ്ട, A, I, E പഠിക്കേണ്ട. ആദം ഒരു പള്ളിക്കൂടത്തിലും പോയില്ല, കഴിഞ്ഞ സന്ദേശത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭൂമിയിലെ എല്ലാ മൃഗങ്ങൾക്കും ആദം ഇട്ടത് പേരായി. ആദത്തിന് പേരിടാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു കുട്ടിക്ക് പേരിടാൻ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണ്. അതിടണം, ഇതിടണം, അതിടണം, അല്ലേ? അങ്ങനെ ഒരു പേരിന്. പക്ഷെ ആദം ഇട്ടതൊക്കെ പേരായി. ആദത്തോട് പേരിടാൻ പോലും ദൈവം പറഞ്ഞില്ല, കൊണ്ടുവന്നതേ ഉള്ളൂ. പക്ഷെ ആദത്തിന് തോന്നുകയാണ് പേരിടണമെന്ന്. അപ്പൊ ആദത്തിന്റെ ചിന്ത എല്ലാം ദൈവത്തിൽ നിന്ന് വരിക, തലയിൽ നിന്ന് വരിക. ആദം അതങ്ങ് ചെയ്യുക. ആദം ശരീരമായിട്ട് നിൽക്കുകയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നന്മയും തിന്മയും ഒന്നും അറിയേണ്ട ഒരാവശ്യമില്ലായിരുന്നു സൃഷ്ടിപ്പിൽ. ഒരാവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ ശരീരമായി, ശരീരത്തിന് നന്മയും തിന്മയും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. തലയനുസരിച്ചാൽ മാത്രം മതി. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് അറിയേണ്ടത് നമ്മളുടെ ഒബീഡിയൻസ് ആണ്, നമ്മുടെ അനുസരണമാണ്. ദൈവം ഈ ഫേസിൽ, ഈ ഭൂമിയിൽ നടന്ന ഒരു ടെസ്റ്റാണ്, പരീക്ഷയാണ്. അപ്പോ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതായത് നമ്മളെ ഇപ്പോ ഒരു സൗരയൂഥത്തിലെ ഒരു ഗ്രഹം പോലെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ആ ട്രാക്ക് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മളെ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചാക്കിയേക്കണേ. പറഞ്ഞതൊന്ന് ഇങ്ങനെ ചെയ്യിക്കണമെന്ന്. എന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഓപ്ഷൻ ഇട്ടു. പവർ ഓഫ് ഓപ്ഷൻ ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ സബ്ജക്ട് അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഒരു ഓപ്ഷൻ ഇട്ടു. പലപ്പോഴും പലരും പറയാറില്ലേ, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായെങ്കിൽ നിങ്ങളെ വെട്ടി ഞാൻ 4 കെട്ടി കഴിഞ്ഞാൽ. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ജോലി നിൽക്കത്തില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിവൃത്തിയിലാണ് ഞാൻ നിന്ന് പോണേ. അങ്ങനെ ദൈവം നമ്മളെ വെച്ചില്ല കേട്ടോ. ദൈവത്തിന് അങ്ങനെ വേണ്ട. അങ്ങനെയുള്ളവരെ വേണ്ട. ദൈവത്തിന് വേണ്ടത് പല ഓപ്ഷനും നമ്മുടെ മുമ്പിൽ തന്നാലും എനിക്ക് ആ ഓപ്ഷൻ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ദൈവത്തെ മതി എന്നുള്ളവരെയാണ് ദൈവം അടുത്ത ഫേസിൽ സ്വീകരിക്കുന്നുള്ളൂ. ഈ ഫേസിൽ ദൈവം എല്ലാവരും സ്വീകരിക്കും. അടുത്ത ഫേസിൽ ദൈവം നമ്മുടെ മുമ്പിൽ ധാരാളം ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് തന്നിട്ട് ആ ഓപ്ഷൻസിൽ വേണ്ട, എനിക്ക് ആ ഓപ്ഷൻ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ദൈവത്തെ മതി എന്നുള്ളവരാണ് ജയിക്കുകയും അടുത്ത ഫേസിൽ കയറുകയും ചെയ്യുന്നത്. ആദത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഓപ്ഷൻ വെച്ചു. തോട്ടത്തിലെ എല്ലാം നിനക്ക് ഫ്രീ ആയിട്ട് കഴിയാം. നിനക്ക് അവിടെ ഫുഡുണ്ട്, ഏതെങ്കിലും അക്കോമഡേഷൻ ഉണ്ട്, ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, പിന്നെ എല്ലാം ഞാനായിട്ടെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഒന്നും പാടൊന്നും പാടണ്ട. നീ തോട്ടം കാക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക, ഓൾറെഡി എല്ലാം റെഡിയാക്കി കിടക്കുക. പക്ഷെ ഒരു കാര്യം, ഓപ്ഷൻ. ആളുകൾ പലരും ചിന്തിക്കുന്നത്, ഈ ദൈവം എന്തിന് ഇങ്ങനെ ഈ തോട്ടത്തിന് നടുവിൽ ഇങ്ങനെ ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ച വെക്കാണ്ടിരുന്നാ പോരായിരുന്നോ? ദൈവം വളരെ സർവജ്ഞാനിയല്ലേ. ദൈവത്തിന് അറിയണം യഥാർത്ഥത്തിൽ ഇത് സ്നേഹിക്കുന്ന ആരാണ്. കാരണം ഓപ്ഷൻ വരുമ്പോഴാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയത്തുള്ളൂ. അതുവരെ തിരിച്ചറിയുന്നില്ല. ആ വിശ്വസ്തനാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്നതാണോ വെച്ചില്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ദൈവം തോട്ടത്തിൽ നിന്ന് മുളപ്പിച്ചു, ജീവവൃക്ഷത്തോടൊപ്പം തന്നെ. എന്നിട്ട് പറഞ്ഞു, അത് കഴിക്കരുത്, അത് കഴിച്ചാൽ നീ മരിക്കുന്നു. ഓപ്ഷനുണ്ട്. പക്ഷേ ഒരു പ്രസംഗം മാത്രം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഒരു പ്രസംഗമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ആദത്തോട് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യം ചെയ്യരുത്. അപ്പൊ ഒരു പ്രസംഗനേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി ഓപ്ഷൻ ഉള്ള കാര്യം പ്രസംഗിച്ച് തരാൻ ഒരാൾ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ തുറന്നു കൊടുക്കണ്ടേ? അപ്പൊ ഓപ്ഷൻ തുറന്നു കൊടുക്കാൻ ദൈവം തന്നെ പിശാചിനെ അനുവദിച്ചു. പിശാച് പാമ്പിന്റെ രൂപത്തിൽ അവിടെ വന്നു, ഹവ്വയ്ക്ക് ഓപ്ഷൻ തുറന്നു കൊടുത്തു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റും. കണ്ടോ, വേറൊരു ഓപ്ഷൻ വന്നു.
എൻ്റെ മക്കളെ, ധാരാളം ഓപ്ഷൻസ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്തിനാണെന്നറിയാമോ? നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ, നമ്മൾ യഥാർത്ഥ ദൈവത്തെ അനുസരിക്കില്ലെന്ന് അറിയാൻ ഓപ്ഷൻസ് വരും. ഓപ്ഷൻ വരുമ്പോഴാണ് ഒരു യഥാർത്ഥ പൈതലിനെ അറിയുക. ഹല്ലേലൂയ. അങ്ങനെ ഹവ്വ ആ വന്ന ഓപ്ഷനിൽ വളരെ അട്രാക്റ്റഡ് ആയി അതിൽ വീണു. അപ്പൊ എപ്പോഴും മനസ്സിലാക്കിക്കോളാം, ഒരാൾ മാത്രമേ നിങ്ങളോട് പ്രസംഗിക്കാനുള്ളതെങ്കിൽ നമ്മൾ വളരെ അനുസരണമുള്ളവരായിരിക്കും. അപ്പോ ദൈവം തന്നെ അനുവദിക്കും അതിന് ഓപ്പോസിറ്റ് പ്രസംഗിക്കാൻ, ഓപ്ഷൻ കൊണ്ടുവരാൻ ഒരാളെ അനുവദിക്കും. അതുകൊണ്ടാണ് പിശാചിന്റെ ശിക്ഷാവിധി ഇപ്പോഴും നടപ്പിലാക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ശിക്ഷാവിധി കഴിഞ്ഞു, ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ വീഴാതിരിപ്പാൻ പുതിയ ശിക്ഷന് വരുന്നൊരു വേടുണ്ട് തിമോഥെയുടെ ലേഖനത്തിൽ. അപ്പോ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു, പക്ഷെ ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കേണ്ടത് ജയിക്കുന്നവരാ, ജയം പ്രാപിക്കുന്നവരാ. ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങൾ അറിയുന്നില്ലയോ എന്നൊരു ചോദ്യമുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ. നമ്മുടെ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോ ഇതാണ് ദ പർപ്പസ് ഓഫ് ഓപ്ഷൻ. ആളെ തിരിച്ചറിയുക, നമ്മളെ തിരിച്ചറിയുക, ഓപ്ഷൻ വെച്ചിരിക്കുക. അപ്പോ ഹവ്വ അതിലേക്ക് അട്രാക്റ്റഡ് ആയി, ഹവ്വ അതിൽ വീണു. ഇത് തന്നെ ഹവ്വ ഇതേ മെസ്സേജ് കൊണ്ടുവന്നിട്ട് തന്റെ തലയായ ആദത്തിന് കൊടുത്തു. ആദം ഹവ്വയെ സ്നേഹിച്ച്, ദൈവത്തെക്കാൾ ഉപരി ഹവ്വയെ സ്നേഹിച്ച്, അതായത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ രണ്ടാം കൽപ്പന ഒന്നാം കൽപ്പനയാക്കി. ഒന്നാം കൽപ്പന താഴേക്ക് കൊണ്ടുവന്നു. ഒന്നാം കൽപ്പന എന്ന് പറയുന്നത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അത് തലതിരിക്കരുത്. അപ്പോ ഹവ്വ ആ വിലക്കപ്പെട്ട ഫലം കൊണ്ട് വന്നപ്പോ, ചാച്ചനത് കൊടുത്തപ്പോ അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കാം, എന്തിനാണ് ഇവിടെ വിഷമിപ്പിക്കണേ? സ്നേഹം കൊണ്ടാണ് ഇവിടെ എനിക്ക് കൊണ്ടു തന്നെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അയച്ചാൽ തീർന്നാ പോരായിരുന്നു. ഇവള് സ്നേഹം കൊണ്ട് എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ അവള് തന്നത് ഞാൻ എങ്ങനെ അത് വേണ്ടാന്ന് വെക്കും, ഇല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോ മകളെ നല്ലതാണ്, പക്ഷെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് വേണം നമ്മളതൊക്കെ ചെയ്യാൻ. ഇതുകൊണ്ടാണ് എല്ലാവർക്കും പറയുന്നത് കർത്താവിന് ഉചിതമാം വണ്ണം വേണം ഭാര്യ ഭർത്താവിന് കീഴടങ്ങാൻ. അപ്പൊ തന്നെ ബൈബിളിൽ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, കർത്താവിന് ഉചിതമാം വണ്ണം വേണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ. അയാൾ ആദ്യം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കരുത്. ഓക്കെ, ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഭാര്യ പറയുന്നതെങ്കിൽ മോളെ എനിക്ക് നിന്നോട് ഒരു സ്നേഹമൊക്കെയാ, പക്ഷെ ഈ കാര്യത്തിൽ നിന്നോട് യോജിക്കാൻ എനിക്ക് കഴിയത്തില്ല എന്ന് പറയുവാനായിട്ടുള്ള ഒരു ആംബിയർ നമുക്ക് ഉണ്ടാകണം. ഈ തലേണമന്ത്രത്തിൽ വീഴരുത്. മനസ്സിലാവുന്നുണ്ട്? ഈ തലേണമന്ത്രം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, നമ്മളൊക്കെ ജീവിതം ഇപ്പൊ കഴിയും. ഓക്കെ, അതൊരു വളരെ ശ്രദ്ധിച്ചോളണം. ദൈവദാസന്മാർ പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെയാ ഞാൻ ഓർക്കുന്നില്ല. നീ കേട്ട് നിന്റെ കിടക്ക പങ്കിടുന്ന, തലേണ പങ്കിടുന്ന സ്ത്രീയോട് പോലും പറയരുത്. ഒരു ദൈവദാസന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ആയിരിക്കണം. ദൈവസന്നിധം വിശ്വസ്തതയുള്ളവരായിരിക്കണം. പറയേണ്ടത് പറയാം, പറയാൻ പാടില്ലാത്തത് പറയരുത്. അപ്പോ ഈ ഹവ്വ വന്ന് ഇത് കൊടുത്ത് ഈ വിലക്കപ്പെട്ട ഫലം കൊടുത്തു. ആദം ഹവ്വയെ സ്നേഹിച്ചത് കഴിച്ചു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? രാജ്യം മാറി. ദൈവരാജ്യം അവരിൽ നിന്ന് മാറി. ദൈവത്തിന്റെ ഗവൺമെന്റ് അവരുടെ ഉള്ളിൽ നിന്ന് മാറി. ഈ ഗവൺമെന്റ് ഒക്കെ എവിടെയാ? ഉള്ളിലാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ഗവൺമെന്റ് മാറി. ദൈവത്തിന്റെ ഗവൺമെന്റ് മാറിയിട്ട് സ്വയം ഗവൺമെന്റായി മനുഷ്യന്റെ ഉള്ളിൽ. ദൈവം, അതിന്റെ ടെക്നിക്കലി എങ്ങനെയാണ്? ദൈവം തലയായിരിക്കുന്നത് മാറിയിട്ട് മനുഷ്യൻ തന്നെ മനുഷ്യന്റെ തലയായി. മനുഷ്യൻ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ സന്ദേശം പറഞ്ഞു, ബ്രിട്ടീഷുകാരിൽ നിന്ന്, ഡച്ചുകാരിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അവര് നമ്മൾ നിയന്ത്രിക്കുന്നതിന് പകരം ഇന്ത്യ സ്വയമേ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മുടെ തലയായിരിക്കുന്ന അവസ്ഥ, ദൈവരാജ്യമായിരിക്കുന്ന അവസ്ഥ മാറിയിട്ട് മനുഷ്യൻ മനുഷ്യന്റെ രാജ്യമായി, മനുഷ്യൻ അവന്റെ സ്വയത്തിലേക്ക്, അവൻ തന്നെ അവന്റെ തലയായി മാറി. മേജർ വ്യത്യാസമാണ് ഇവിടെയാണ് മനുഷ്യന്റെ വീഴ്ച.
ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യത്തിൽ മനുഷ്യന് വന്ന വീഴ്ചയെ കുറിച്ച് പറയുന്നത്, മനുഷ്യന് വന്ന തെറ്റിനെ കുറിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചോണം. ഈ തെറ്റ് തിരുത്താതെ ബാക്കിയെല്ലാ ഉണ്ണി പാപങ്ങൾ, വീഡിയോ വലിച്ചു, ഞാൻ അയാളെ നോക്കിയേ അപ്പൊ ഒന്ന് തെറ്റിപ്പോയി, ഇതൊക്കെ ഉണ്ണി പാപങ്ങളാ. പാപം തന്നെയാണ്, പക്ഷെ ഉണ്ണി പാപമോ? യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഫൗണ്ടേഷൻ കിടക്കുന്നത് യേശയ്യാ 53:6 വായിച്ചാട്ടെ. യേശയ്യാ 53:6. മനുഷ്യൻ തന്റെ രാജ്യത്തിലേക്ക്, തന്റെ ഗവൺമെന്റിലേക്ക് സ്ലിപ്പായി പോവുകയാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ശ്രദ്ധിക്കുക, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. എന്താണ് എല്ലാവരും തെറ്റിപ്പോയ തെറ്റ്? നാം നമ്മളുടെ വഴിക്ക് തിരിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അത് ഓഫ് ചെയ്തിട്ട് സ്പീക്കർ. നാം നമ്മളുടെ വഴിക്ക് തിരിഞ്ഞു. സ്വന്തം രാജ്യത്തിലേക്കായി പോയി. ദൈവരാജ്യം പോയി നമ്മുടെ ഉള്ളിൽ നിന്ന്. സ്വന്തം രാജ്യം വന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യം പോയി, സ്വന്തം രാജ്യം വന്നു. ബ്രിട്ടീഷുകാർ പോയി, ഇന്ത്യ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തി. അങ്ങനെ ദൈവരാജ്യം പോയപ്പോ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് സ്വയമേ ഒന്നും ചെയ്യാനല്ല, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതാണ് ദൈവരാജ്യം, നമ്മളിലെ ദൈവരാജ്യം. ഇതാ കർത്താവ് യേശു പറഞ്ഞത്. അന്നത്തെ പ്രസംഗകർ വന്ന് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയാ വരുന്നത്? കാണത്തക്ക വണ്ണമാണോ? കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്ക വണ്ണം അല്ല വരുന്നത്, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലാണ് ദൈവരാജ്യം. പക്ഷെ ഇന്ന് ആ ദൈവരാജ്യം ഫങ്ഷൻ ചെയ്യുന്നില്ല. പകരം നിങ്ങൾ തെറ്റിപ്പോയി. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്വയമാണ്. നിങ്ങളുടെ ഗവൺമെന്റ് ആണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ ഗവൺമെന്റ് ആണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പൊ ഇതാണ് രണ്ടാം ഗവൺമെന്റ്. ആദ്യത്തേതാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ ഗവൺമെന്റ്, ദൈവം ആദത്തെ സൃഷ്ടിച്ച സമയത്ത്. എന്നാൽ വീണ് മനുഷ്യർ സ്വയത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ മനുഷ്യന്റെ ഉള്ളിൽ ദൈവരാജ്യം പോയി, മനുഷ്യന്റെ സ്വന്തം ഭരണം, ഗവൺമെന്റ് ആരംഭിച്ചു. ഇനിയാണ് വിഷയം. ഈ സ്വന്തം ഗവൺമെന്റിൽ മനുഷ്യൻ എങ്ങനെയാണ് നടക്കേണ്ടത് മനുഷ്യന് അറിയത്തില്ല. കാരണം തലയിലാണ് മനുഷ്യന്റെ വഴികളുള്ളത്, ദൈവത്തിലാണ് മനുഷ്യന്റെ വഴികളുള്ളത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇതിനു മുമ്പ് മനുഷ്യൻ എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിച്ചപ്പോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. യെരമ്യാ പ്രവാചക പുസ്തകം 10:23. കാരണം ദൈവരാജ്യം പോയി, തല പോയി, ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യനിൽ നിന്ന് പോയി. സർവ്വ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അതുകൊണ്ടാണ് യെരമ്യാ 10:23 ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രവാചകൻ പറയാണ്, യഹോവേ, മനുഷ്യന് തന്റെ വഴിയും നടക്കുന്നവന് തന്റെ കാലടികളെ നേരെ ആക്കുന്നത് സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ KJV വായിക്കാം, കുറേ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. ഓ ലോർഡ്, ഐ നോ ദാറ്റ് ദ വേ ഓഫ് മാൻ ഈസ് നോട്ട് ഇൻ ഹിംസെൽഫ്. മനുഷ്യന്റെ വഴികൾ മനുഷ്യനിൽ ഇല്ല എന്ന് ദൈവമേ ഞാൻ അറിയുന്നു. കാരണം എന്താ? മനുഷ്യന്റെ വഴികൾ ഉള്ളത് മനുഷ്യന്റെ തലയായ ദൈവത്തിലാണ്. അവനെ ദൈവം ഉണ്ടാക്കിയത് ദൈവരാജ്യമായിട്ടാണെന്നേ, അല്ലാണ്ട് മനുഷ്യരാജ്യമായിട്ടല്ല. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവരാജ്യമായിട്ടാ. ദൈവം തല, ദൈവം ചിന്ത കൊടുക്കും ശരീരം എന്ത് ചെയ്യണമെന്നുള്ളത്, ശരീരം അത് ചെയ്യും. ആദം എല്ലാത്തിനും പേരിട്ടു. അത് ആദത്തിന് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ABCD പഠിച്ചിട്ടില്ല, ബ്രിട്ടീഷ് കരിക്കുലമോ CBSE കേരള കരിക്കുലമോ ഒന്നും ആദം പോയിട്ടില്ല, ഒരു ആശാൻ പള്ളിക്കൂടത്തിനും പോയിട്ടില്ല, അക്ഷരത്തിന് ഇരുന്നിട്ടില്ല. പക്ഷേ ആദം ഇതെങ്ങനെ അറിഞ്ഞു, എങ്ങനെ പേരിട്ടു? കാരണം ആദത്തിന്റെ വഴികൾ ദൈവത്തിലായിരുന്നു. ആദം ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ല. പക്ഷേ
തന്റെ വാരിയിൽ ഊരിയെടുത്ത് മാംസം പിടിപ്പിച്ച ഒരു സ്ത്രീയാക്കി തന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഉറങ്ങിക്കിടന്ന ആദ്യം ചാടി എന്നോട് പറയാണ്, നീ എന്റെ അസ്ഥി എന്നുള്ള അസ്ഥിയും മാംസത്തുള്ള മാംസവുമാ, നിനക്ക് നാരി എന്ന് പേരാകും. അപ്പൊ ഇതൊക്കെ എങ്ങനെ ആദം അറിഞ്ഞു അസ്ഥി ഉണ്ടെന്നും മാംസം ഉണ്ടെന്നും? ഇതൊക്കെ ആദത്തിന്റെ തലയായ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യന്റെ വഴികളുള്ളത് ദൈവത്തിലാണ്. അപ്പോൾ മനുഷ്യന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് തന്റെ തല തനിക്ക് നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടപ്പോ ദൈവസാന്നിധ്യം മനുഷ്യനിൽ നിന്ന് പോയതോടുകൂടെ തന്റെ വഴിയും മനുഷ്യന് നഷ്ടമായി. അന്നു മുതൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി, കാഴ്ചയാ ജീവിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണ് തുറന്നു എന്ന ബൈബിൾ പറയുന്നത്. ജഡമണ്ഡലത്തിലേക്കുള്ള അവന്റെ കണ്ണ് തുറന്നു. ആത്മമണ്ഡലത്തിലേത് അടഞ്ഞു, ജഡമണ്ഡലത്തിലേത് തുറന്നു. അതിനായി പ്രയോറിറ്റി. ആത്മമണ്ഡലത്തിലൊന്നും അവന് കാണാൻ കഴിയാതെയായി. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ വഴികൾ മനുഷ്യനിൽ ഇല്ല. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുക. അതൊരു മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. തലയാണ് ഗതിയെല്ലാം നിയമിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീഴ്ച മനസ്സിലാക്കി വേണം. എന്റെ സ്റ്റെപ്സ് എന്റെ കയ്യിലില്ല, എന്റെ സ്റ്റെപ്സ് എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അപ്പൊ ഇപ്പൊ ഞാൻ ആരാണ്? ഞാൻ എന്റെ സ്വന്തം ഗവൺമെന്റാണ്. സ്വന്തം ഗവൺമെന്റ് നിൽക്കുക. എനിക്ക് സ്വയം നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ സ്വന്തം ഗവൺമെന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് പറ്റി? ദൈവം എന്റെ തലയായിരിക്കുന്നത് മാറിയത് കൊണ്ട് ഞാൻ സ്വന്തം ഗവൺമെന്റ് ആയി നിൽക്കുകയാണ്. പക്ഷേ അത് പിശാചിന്റെ ഗവൺമെന്റിന്റെ കീഴിലായി പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെറും മരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഞാൻ വെറും ഫൂള്. കാരണം തല പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പലപ്പോഴും ചോദിക്കാറില്ലേ, എടാ നിനക്കൊന്നും തലയില്ല. പലരും ചോദിക്കാറില്ലേ? ശരിക്കും പറഞ്ഞു ചേട്ടാ, അതെ, എനിക്ക് തലയില്ല. എന്റെ തല ഏതനിൽ വെച്ച് ദൈവമായിരുന്നു. ആ തല പോയി. ഇപ്പൊ തലയില്ല. ഞാൻ വെറും ഫൂളാണെന്നാണ് എന്റെ അപ്പം പറയുന്നത്. ജെറമ്യാ 4:20 Lord, I love you. 22 നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ അഭിപ്രായം. ഇതിനു മുമ്പും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. തലയില്ലാത്തത് കൊണ്ട് തലയായ ദൈവം പറയാണ്, എന്റെ ജനം ബുദ്ധികെട്ട ജനം. അവർക്ക് ഒട്ടും ബോധമില്ല, ഒരു വിവരവുമില്ല. ചെയ്യുന്നതൊക്കെ തിന്മയാ സമർത്ഥന്മാരാ. 4:22 എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു സിസ്റ്റർ. ജെറമ്യാ 4:22. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം. എന്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. കേട്ടോ, ഇതാണ് അപ്പന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം. കാരണം തല പോയി. എന്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അത് മ്യൂട്ടാക്കിയത്. എന്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. തലയെ അറിയുന്നില്ല മക്കള്. അവർ ബുദ്ധി കെട്ട മക്കൾ. ബുദ്ധി ഉണ്ടായിരുന്ന പണ്ട് കെട്ടുപോയത്. ഞാൻ ദൈവം തലയായിരുന്നപ്പോ ബുദ്ധി ഉണ്ടായിരുന്നു, ഇപ്പൊ കെട്ടുപോയി. അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയാണ് മൂന്നാം ഗവൺമെന്റ് വരുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെയാണ് മൂന്നാം ഗവൺമെന്റ് വരുന്നത്. കാരണം ഇവർ ദോഷം ചെയ്യാൻ ഇവരാരാണ്? സമർത്ഥന്മാർ. മൊത്തം പോയില്ലേ? തല പോയി ഒന്ന്. ഇപ്പോ സ്വയമേ ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല. സ്വയമേ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഈ ബുദ്ധിയില്ലാത്ത മക്കൾ ചെയ്യുന്നത് നല്ലൊരു പങ്ക് ദോഷമായിരിക്കും. അപ്പോ ഇവര് നല്ലൊരു പങ്ക് ഇങ്ങനെ അതിക്രമം ചെയ്യുമ്പോ ഈ അതിക്രമത്തെ തടസ്സം ചെയ്യണം. ഈ അതിക്രമത്തെ തടയാൻ വേണ്ടി ഒരു പരിചയമായിട്ട് ദൈവം അടുത്ത ഗവൺമെന്റ് രൂപീകരിക്കുകയാണ്. അത് പുറത്ത് മനുഷ്യന്റെ ആദ്യത്തെ 2 ഗവൺമെന്റ് മനുഷ്യന്റെ അകത്താ. ഒന്ന് ദൈവരാജ്യം മനുഷ്യന്റെ അകത്താ, ദൈവം രാജാവായി മനുഷ്യനെ ഉപയോഗിക്കുന്നു. 2 അവൻ പാപം ചെയ്തപ്പോ ദൈവരാജ്യ ഗവൺമെന്റ് അവനിൽ നിന്ന് പോയി, ദൈവസാന്നിധ്യം അവനിൽ നിന്ന് പോയി. അതോടുകൂടി അവൻ ഭോഷനായി.
ബുദ്ധിയില്ലാത്തവനായി, അതിക്രമങ്ങൾ ചെയ്യുന്നവനായപ്പോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പുറമെ മൂന്നാമത്തെ ഒരു ഗവൺമെന്റ്, ഒരു ഭരണ സംവിധാനം, എന്ന് വെച്ചാൽ റൂൾ, അവനെ റൂൾ ചെയ്യുക, അവനെ സഹായിക്കാൻ വേണ്ടി മൂന്നാമത്തെ ഒരു ഗവൺമെന്റ് പുറമെ സെറ്റ് ചെയ്തു. അതായത് തന്റെ ന്യായാധിപന്മാര് വഴി, തന്റെ രാജാക്കന്മാര് വഴി അവർക്ക് ദൈവം ഇതാ നിയമം കൊടുത്തു, തന്റെ വചനങ്ങൾ കൊടുത്തു. ആ വചനത്തിൽ മൊത്തം പറയുന്ന പേരാണ് ന്യായപ്രമാണം. അതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങൾ. അങ്ങനെ മനുഷ്യന്റെ പുറത്ത് ഒരു ഗവൺമെന്റ് കൊടുക്കുകയാണ്. ആ ഗവൺമെന്റ് മനുഷ്യൻ അതിക്രമം ചെയ്യുമ്പോൾ ഈ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിലൂടെ ന്യായാധിപന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും മനുഷ്യനെ ഒതുക്കാൻ നോക്കും. ചെയ്യരുത്. കണ്ടോ? അടുത്ത ഗവൺമെന്റ്, മൂന്നാം ഗവൺമെന്റിന്റെ രംഗപ്രവേശനം വരികയാണ്. ആ മൂന്നാം ഗവൺമെന്റിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ കണ്ണുകൊണ്ട്. ഉള്ളിലെ മറ്റ് രണ്ട് ഗവൺമെന്റിനെ നമുക്ക് അറിയാൻ പറ്റും, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്, നമ്മളുടെ രാജ്യവും നമ്മുടെ ഉള്ളിലാണ്. എന്നാൽ നമ്മളിലൂടെ ദൈവം ക്രമീകരിക്കുന്ന നമ്മുടെ പുറത്തുള്ള ഇന്ത്യ ഗവൺമെന്റ്, ചൈനീസ് ഗവൺമെന്റ്, USA ഗവൺമെന്റ്, ഇതാ അപ്പോൾ തന്നെ ഈ ദൈവം മറ്റു മനുഷ്യരുടെ സഭയുടെ ഉള്ളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ന്യായപ്രമാണത്തിലൂടെയും ഒക്കെ പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ്, അത് ദൈവം ക്രമപ്പെടുത്തി. ഇതാണ് ഗലാത്യ ലേഖനം 3:19 പറഞ്ഞത്. എന്തിനാണ് ഈ ഗവൺമെന്റ്, ഈ ന്യായപ്രമാണത്തിന്റെ നിയമമാണ്, നിയമത്തിന്റെ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ അതിക്രമം ചെയ്യാൻ മിടുക്കനാണ്. അപ്പൊ കാരണം ഇവൻ അറിയത്തില്ല, ഇവന്റെ തല ഇവനിലില്ല. ഇവൻ അതിക്രമം ചെയ്യുമ്പോ ആ അതിക്രമത്തെ തടസ്സം ചെയ്യാനാണ് ഈ മൂന്നാം ഗവൺമെന്റ്. ഹല്ലേലൂയ. അതാണ് ഗലാത്യ ലേഖനം 3:19 ചോദിക്കുന്നുണ്ട്, ഈ ന്യായപ്രമാണം എന്തിനാണ്? ഉടനെ പറയുകയാണ്, അതായത് മൂന്നാം ഗവൺമെന്റ് സിസ്റ്റം എന്തിനാണ്? ഉടനെ അവിടെ പറയാണ്, എടുത്തേക്കൊന്ന് വായിച്ചു. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. മനസ്സിലായോ? എന്തിനാണ് ന്യായപ്രമാണം പറയുന്നത്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. മ്യൂട്ട് സിസ്റ്റം, മ്യൂട്ട്. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. ഭയങ്കര പ്രാധാന്യമുണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ പോരാ. അത് ലംഘനങ്ങൾ നിമിത്തം ഈ മനുഷ്യൻ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുക, വ്യഭിചാരം ചെയ്യുന്നു, കൊല്ലുന്നു, കക്കുന്നു. അപ്പോ അവനോട് പറയണം, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയണം. ന്യായപ്രമാണം കൊടുത്തേ പറ്റൂ. അപ്പോ അത് ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രമേ. മനസ്സിലായോ? അപ്പോ ആ ഒരു സിസ്റ്റം, അതൊരു ഗവൺമെന്റ് സിസ്റ്റമാണ്. ദൈവം പുറമേ നിന്നും മനുഷ്യനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. പുറമേ ഒരു സിസ്റ്റം, മൂന്നാം ഗവൺമെന്റ്. ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നാം ഗവൺമെന്റിന്റെ ആവശ്യം വന്നത് മനുഷ്യൻ ഒന്നാം ഗവൺമെന്റിൽ നിന്ന് തെറ്റി രണ്ടാം ഗവൺമെന്റിലേക്ക് വന്നതുകൊണ്ടാണ്. ദൈവരാജ്യത്തിൽ നിന്ന് തെറ്റി അവൻ സ്വന്തം രാജ്യത്തിലായതുകൊണ്ടാണ് ഈ അതിക്രമങ്ങൾ വന്നത്. അതിക്രമങ്ങളെ തടയാൻ വേണ്ടിയാണ് മൂന്നാം ഗവൺമെന്റ് വന്നേക്കണേ. മനസ്സിലായോ? വളരെ പ്രാധാന്യമാണ്. ഒന്നിലേക്ക് വരികയാണ്. അപ്പൊ ശരിക്കും ഇവിടെ പറയുന്ന രംഗമുണ്ട്, എപ്പോ വരെ മതി ഇത് ഈ പുറമെയുള്ള ഗവൺമെന്റ്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം മതി. കേട്ടോ, സന്തോഷ വാർത്തയാ. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം മതി. അതെന്താണ്? വാഗ്ദത്തം ലഭിച്ച സന്തതി വന്നാൽ എന്നെയും നിങ്ങളെ രണ്ടാം ഗവൺമെന്റിൽ നിന്ന് ഒന്നാം ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? ഒന്നാം ഗവൺമെന്റ് എന്ന് വെച്ചാൽ ദൈവരാജ്യം. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആകും ദൈവരാജ്യമായിരുന്നു. രണ്ടാം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തപ്പോൾ വീണ് മനുഷ്യൻ അവനവന്റെ സ്വയത്തിലേക്ക്, അവനവന്റെ വഴിയിലേക്ക് പോയി, തല നഷ്ടപ്പെട്ട് വെറും ബോഡിയായി മാത്രമായി. അതാണ് രണ്ടാം ഗവൺമെന്റ്. മനുഷ്യൻ അവനവനെ തന്നെ വാഴുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോഴേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ചെയ്യും. എന്നിട്ടല്ല ഇവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാം ഗവൺമെന്റിന്റെ കീഴിൽ മരണമില്ല, ദൈവത്തിന്റെ ഗവൺമെന്റിന് കീഴിൽ മരണമില്ല. പക്ഷെ മനുഷ്യൻ സ്വയം മരിക്കാൻ തുടങ്ങിയപ്പോ
ഇവരെല്ലാം പിശാച് എന്ന ഭരണാധികാരിന്റെ കീഴിലെ ആത്മലോകത്ത് എല്ലാവരിലും മരണം വ്യാപരിക്കാൻ തുടങ്ങി. ഏക മനുഷ്യനെ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കയറി. അപ്പൊ രണ്ടാം ഗവൺമെന്റ് കീഴിൽ കിടക്കുക. അപ്പൊ ഇതിനെ നിയന്ത്രിക്കാനാണ് മൂന്നാം ഗവൺമെന്റ്, ന്യായപ്രമാണ ഗവൺമെന്റ്. അതാണ് ഇന്ന് ലോകത്തില് പല ഗവൺമെന്റുകളായി, ചൈനീസ് ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ്, പാകിസ്ഥാൻ ഗവൺമെന്റ്, UAE ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റുകൾ ഇതിന്റെ ഒരു വേറൊരു രൂപരേഖയാണ്. അതെല്ലാം എല്ലാം മനുഷ്യരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ. ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം നമ്മൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം. കാരണം അല്ല എങ്കിൽ എല്ലാ ആകപ്പാടെ കെയോസ് ആയി മാറാനായിട്ടറിയാം. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ കാര്യം, വാഗ്ദത്തം ലഭിച്ച സന്തതി യേശു ക്രിസ്തു വരുന്നത് വരെ മതി ഈ ന്യായപ്രമാണം. അല്ലെങ്കിൽ ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം എവിടം വരെ ഉള്ളൂ? സ്നാപകയോഹന്നാൻ വരെ ഉള്ളൂ. സ്നാപകയോഹന്നാന്റെ കാലം മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ഏതാണ്? ഒന്നാം ഗവൺമെന്റ് പ്രസംഗിച്ചു തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്നാം ഗവൺമെന്റ് പ്രസംഗിച്ചു തുടങ്ങി. എന്താണോ നിനക്ക് എനിക്ക് നഷ്ടപ്പെട്ടത് അത് തിരികെ തരാൻ വേണ്ടി ഒന്നാം ഗവൺമെന്റ് വരുന്നു. അതുകൊണ്ട് മനുഷ്യ നീ പാട്ടുപാടൂ, പ്രാർത്ഥിക്കൂ എന്നൊന്നുമല്ല പറഞ്ഞേ, വിശ്വസിക്കുന്നു എന്നും കൂടിയല്ല പറഞ്ഞേ, റിപ്പന്റ്. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. ഓക്കെ. അപ്പോ ദൈവത്തിന്റെ ഗവൺമെന്റ് വരുന്നു എന്ന സദ്വാർത്ത കൊണ്ടുവരികയാണ്. അത് നമുക്ക് ഇതുവരെ സദ്വാർത്തയായിട്ട് തോന്നിയിട്ടുമില്ല. ഓക്കെ. അതൊക്കെ പിശാചിന്റെ എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് തോന്നാത്തത്. ഓക്കെ. അപ്പോ സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവിന് മുമ്പ് ദൈവം അയച്ചിട്ട് വന്ന യോഹന്നാനും സുവിശേഷം അറിയിച്ചു. ക്രിസ്തുവിന് ശേഷം അപ്പസ്വലന്മാര് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം ഇതായിരുന്നു: ഒന്നാം ഗവൺമെന്റ് തിരികെ വരുന്നു നിങ്ങൾക്ക് തരാൻ വേണ്ടി. ഒന്നാം ഗവൺമെന്റ് വരുന്നു. ഹല്ലേലൂയ. അപ്പോ ഒന്നാം ഗവൺമെന്റ് വരികയാണെങ്കിൽ പിന്നെ പുറമേയുള്ള ന്യായപ്രമാണത്തിന്റെ കാലം തീർന്നു. ന്യായപ്രമാണ ഗവൺമെന്റ് വന്നതിന്റെ കാരണം നമ്മൾ ഒന്നാം ഗവൺമെന്റിൽ നിന്ന് രണ്ടാമത്തേലേക്ക് വീണതുകൊണ്ടാണ്. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അതൊക്കെ കൂട്ടി ചേർത്ത് വെച്ചേക്കുന്നത്. എന്നാൽ ഇന്നും ഇതൊക്കെ കൂടെ കാണാം. കാരണം മനുഷ്യർ ഇതുവരെയും സുവിശേഷം വേണ്ടെന്ന് കേട്ടിട്ടില്ല. സുവിശേഷം എന്നാന്ന് അവർക്ക് അറിയത്തില്ല. ഇവൻ സുവിശേഷകരിൽ ബഹുഭൂരിപക്ഷത്തിനും അത് അറിയത്തില്ല. സാക്ഷാൽ യേശു പ്രസംഗിക്കുകയാണ്, ഒന്നാം ഗവൺമെന്റ് സമീപിച്ചിരിക്കുന്നു മനുഷ്യ. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ രണ്ടാം ഗവൺമെന്റിൽ നിന്ന് നിനക്ക് ഒന്നാം ഗവൺമെന്റിലേക്ക് മാറാം. അങ്ങനെ നീ ഒന്നാം ഗവൺമെന്റിലേക്ക് എന്റെ വാക്ക് വിശ്വസിച്ച് മാറിയാൽ പിന്നെ നിനക്ക് മരണമില്ല. കാരണം ഒന്നാം ഗവൺമെന്റിന്റെ കീഴിൽ ആർക്കും മരണമില്ല. ദൈവരാജ്യത്തിന്റെ കീഴിൽ ആർക്കും മരണമില്ല. സന്തോഷം ആർത്തല്ലേ മക്കളെ? പക്ഷെ ഇത് നമുക്ക് സുവിശേഷമായിട്ട് തോന്നിയിട്ടില്ലല്ലോ ഇതുവരെ. ഇതാ യേശു പ്രസംഗിച്ച സുവിശേഷമാണ്. ഹല്ലേലൂയ. അല്ലാണ്ട് യേശു ഇങ്ങനെയൊന്നും പ്രസംഗിച്ചില്ല, ഞാൻ മരിച്ചു, ഞാൻ 3 ദിവസം ഉയർത്തെഴുന്നേറ്റു, എന്നെ കർത്താവായി സ്വീകരിപ്പില്ല, അങ്ങനെയൊന്നും യേശു പറഞ്ഞില്ല. പക്ഷെ ഇന്ന് ഞാൻ അത് പറയുന്നു, അത് നമുക്ക് സുവിശേഷം തന്നെ. പക്ഷെ യേശു പറഞ്ഞ സുവിശേഷം അതൊന്നുമല്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത് ഒന്നാം ഗവൺമെന്റ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. അതുകൊണ്ടാണ് പറഞ്ഞ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം മതി ഈ സാധനം. ഏത്? ഈ മൂന്നാം ഗവൺമെന്റ് സിസ്റ്റം. പക്ഷെ ഇന്നും അത് അവിടെ തന്നെ ഉള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കിന്ന് അറിയത്തില്ല. കാരണം ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇതിനെ വിശ്വസിച്ച് ഇതിനെ ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. ഇനി നിങ്ങൾ നോക്കിയോ, അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം വാഴുന്ന ഒന്നാം ഗവൺമെന്റ് ആയിരിക്കും. സർവ്വലോകവും യഹോവ രാജാവായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാ? യഹോവ അന്നാളിൽ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. യഹോവയ്ക്ക് വേണ്ടി വാഴുന്നത് തന്റെ പുത്രനായ ക്രിസ്തു ആയിരിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മരണം അവിടെ ഉണ്ടാകത്തില്ല. സന്തോഷമുണ്ട് നിങ്ങൾക്ക്? മരണം ഉണ്ടാകത്തില്ല. കാരണം ഗവൺമെന്റ് മാറിയെന്നേ. ഒന്നാം ഗവൺമെന്റിന്റെ കീഴിൽ മരണമില്ല. രണ്ടാം ഗവൺമെന്റിന്റെ കീഴിലും മൂന്നാം ഗവൺമെന്റിന്റെ കീഴിലും മരണമുള്ളൂ. കാരണം അവിടെ വാഴുന്നത് ദൈവമല്ല. ഇതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ നമ്മൾ ജീവനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല. എന്താ പറയുന്നത്? ഒന്നാം ഗവൺമെന്റ് വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കോ? കാരണം പിശാചിന്റെ യജമാനൻ സമ്മതിക്കോ? അതിനൊന്നും പ്രാർത്ഥിക്കണ്ട. ഞാൻ പോണമെന്ന് നീ എന്തിനാ പറയണേ?
നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഞാൻ പോണോന്നാണ്, പിശാച് പോണോന്നാണ് നീ പറയണേ. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ പ്രാർത്ഥന, എന്റെ ഇഷ്ടം തരണമേ, എന്റെ ഇഷ്ടം തരണമേ, എന്റെ അപ്പനെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ, എന്റെ കാർ അനുഗ്രഹിക്കണേ, എന്റെ വീട് അനുഗ്രഹിക്കണേ, എന്റെ ഓഫീസ് അനുഗ്രഹിക്കണേ. എല്ലാം എന്റെ 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 ഒന്നും നിന്റേതില്ല, എല്ലാം എന്റേത്. നിന്റെ രാജ്യം ഒന്നും വരണ്ട, എല്ലാം എന്റെ രാജ്യം വന്നാൽ മതി കേട്ടോ. രണ്ടാം ഗവൺമെന്റിന്റെ പ്രാർത്ഥനയേ ഉള്ളൂ, എല്ലാം രണ്ടാം ഗവൺമെന്റ്. പക്ഷെ യേശു പറയുന്നത് അങ്ങനെയല്ല. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. യേശു ജീവിച്ചത് അങ്ങനെയല്ല. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, അങ്ങയുടെ ഇഷ്ടം ചെയ്യാനാ വന്നത്. യേശു പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പറയുന്ന പോലെ എനിക്ക് തരണേ, എന്റെ ഇഷ്ടം തരണേ, എന്റെ ഇഷ്ടം തരണേ, എനിക്ക് തരണേ ഒന്നുമല്ല പറഞ്ഞത്, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മൾ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഒന്നാം ഗവൺമെന്റ് വരണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഗവൺമെന്റ് വരണം, അങ്ങയുടെ രാജ്യം വരണമേ, അതുവഴി അങ്ങയുടെ തിരികെ സ്വർഗത്തിൽ നിന്നുപോലെ ഭൂമിയിൽ നിറവേറണമേ. ഇങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. When you pray, you should pray like this. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ കേട്ടോ. ഹല്ലേലൂയ. കാരണം സത്യം അറിയുമ്പോഴാണ് സത്യങ്ങൾ സ്വന്തമാകുന്നത്. പലപ്പോഴും പലരും ചിന്തിക്കുന്നു ഇതൊക്കെ ആയിരുന്നല്ലോ സത്യം, യഥാർത്ഥത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്റെ കർത്താവേ. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ തിരിച്ചറിയുക, ഒന്നാം ഗവൺമെന്റിലേക്ക് മടങ്ങിപ്പോണം. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ പ്രസംഗം, തന്റെ ഫസ്റ്റ് പ്രസംഗം ശ്രദ്ധിക്കുക, മത്തായി 4:17 തന്റെ ആദ്യ പ്രസംഗം. അന്ന് മുതൽ യേശു പ്രസംഗം തുടങ്ങി. എന്താണ്? നിനക്ക് നഷ്ടപ്പെട്ട ഒന്നാം ഗവൺമെന്റ് സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക. വായിച്ച് മത്തായി 4:17 ഞാൻ വായിക്കാം. അന്ന് മുതൽ യേശു, അപ്പോ യേശുവിന്റെ ആദ്യ പ്രസംഗമാണ്. ആദ്യ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം. സുവിശേഷകന്മാരുടെ സുവിശേഷകൻ. യേശുവിന്റെ ആദ്യ പ്രസംഗം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. വളരെ പ്രാധാന്യം. യേശുവിന് മുമ്പ് ദൈവം അയച്ചിട്ട് വന്ന യോഹന്നാൻ, മത്തായി 3:1-2, അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു. സബ്ജക്ട് വേറൊന്നുമല്ല, സെയിം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കുക, ഇവരുടെ ഒന്നും വിഷയം വിശ്വാസമല്ല കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇന്ന് സുവിശേഷത്തിലെ വിഷയം വിശ്വാസം മാത്രമേ ഉള്ളൂ. മേജർ എറർ. നമ്മളുടെ സുവിശേഷത്തിലെ വിഷയം വിശ്വാസം മാത്രമേ ഉള്ളൂ, യേശുവിലുള്ള വിശ്വാസം. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാതെ സുവിശേഷം അറിയിക്കുക. ഇവര് അതൊന്നും ഇല്ലാതെ സുവിശേഷം അറിയിക്കുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ എന്ത് ചെയ്താൽ മതി? മാനസാന്തരപ്പെടുവിൻ. വിശ്വാസത്തെ ആരും ഇടുന്നില്ല. നമ്മൾ നാഗപ്പാടെ പറഞ്ഞ വിശ്വാസം, മാനസാന്തരമില്ല വിശ്വാസം. എന്തുകൊണ്ടാണ് ഈ സഭയിലുള്ള ആളുകൾ കൂട്ടത്തോടെ നരകത്തിലേക്ക് പോകുന്നത്? മത്തായി 7:21-22-23 വിശ്വാസികളെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവര്, സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നവരെ കർത്താവ് പറഞ്ഞ ഗെറ്റ്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം പിശാച് നമ്മളെ ട്രാക്ക് തിരിച്ചു കളഞ്ഞു. അപ്പോ യോഹന്നാൻ പ്രസംഗിയാണ്, ഒന്നാം ഗവൺമെന്റ് സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. സാക്ഷാൽ നമ്മുടെ ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശു പറയുകയാണ്, ഒന്നാം ഗവൺമെന്റ് സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. അന്ന് മുതൽ യേശുവിന്റെ പ്രസംഗം തുടങ്ങി. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളാം, വിശ്വാസം വേണ്ടെന്നല്ല പറയുന്നത്, വിശ്വാസം മാനസാന്തരപ്പെട്ടിട്ട് വേണം വിശ്വസിക്കാൻ. മാനസാന്തരം ഇല്ലാതെയുള്ള ആ വിശ്വാസം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കത്തില്ല. എപ്പോഴും ശ്രദ്ധിച്ചോളാം, മാനസാന്തരം ആദ്യം വരണം, യേശുവിലുള്ള വിശ്വാസം രണ്ടാമത് വരണം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ.
അപ്പോ പ്രിയ സഹോദരൻ ഇവിടെ പറയാണ് യേശു ക്രിസ്തു വരുന്നത് വരെ മതി എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു വന്നാൽ നമ്മളെ രണ്ടാം ഗവൺമെന്റിൽ നിന്ന്, പിശാചിന്റെ കീഴിലുള്ള മനുഷ്യന്റെ ഗവൺമെന്റിൽ നിന്ന് നമ്മളെ ദൈവത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകും, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളം ദൈവരാജ്യമായി മാറും, നമ്മൾ ദൈവരാജ്യമായി മാറും. അപ്പോ സുവിശേഷകർ എന്നെ കേൾക്കുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കാലം നമ്മൾ ശ്രദ്ധിച്ചോളാം. ലൂക്കോസ് സുവിശേഷം 16:16 നമ്മൾ വരുമ്പോ ദൈവവചനം പറയാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശു ക്രിസ്തു വരുന്നത് വരെ മതി ന്യായപ്രമാണം എന്ന് പറയുന്നതിന്റെ കാരണം 16:16 പറയാണ്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം ശ്രദ്ധിക്കണം യോഹന്നാൻ വരെയായിരുന്നു. ആ സ്നാപകന്റെ കാലം വരെ ഉള്ളൂ. കാരണം അന്ന് മുതൽ സ്വർഗരാജ്യം സുവിശേഷം അറിയിച്ചു വന്നു. താഴെ എഴുതിയിരിക്കുകയാണ്, അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അതിന്റെ അർത്ഥം ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. എല്ലാവരും അപ്പൊ എന്ത് ചെയ്യുന്നു? ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞതല്ല എന്റെ പൊന്നുമക്കളെ, വിശുദ്ധ ബൈബിള് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. കാരണം അന്ന് വരെ ഇത് വേണമെന്നേ. കാരണം മനുഷ്യൻ പാപം ചെയ്യുന്നതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ ഇത് വേണം. പക്ഷെ അന്ന് മുതൽ ശ്രദ്ധിക്കണം, ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. അതിന്റെ അർത്ഥം ഒന്നാം ഗവൺമെന്റ് വരുന്നു, ഒന്നാം ഗവൺമെന്റ് വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ എങ്ങനെയാണ് എല്ലാവരും അതിൽ കടപ്പാൻ നോക്കുന്നേ? എല്ലാവരും ബലാത്കാരം അതിൽ കടക്കാൻ നോക്കുന്നു. എങ്ങനെ? ത്രൂ റിപ്പന്റൻസ്. എങ്ങനെ? ത്രൂ റിപ്പന്റൻസ്. ദൈവരാജ്യം സമീപിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. അതിലൂടെയാണ് കടക്കാൻ നോക്കുന്നത്. പക്ഷേ ഒരു വ്യക്തിക്ക് അവിടെ പൂർണ്ണമായി കടക്കണമെങ്കിൽ അതുവരെ വഴി രംഗപ്പെട്ടിട്ടില്ല. യേശു ആവുന്ന വഴിയിലൂടെ മാത്രമേ പറ്റൂ. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ബലാത്കാരനാൽ കടക്കുന്നു. കാരണം സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്തു, പോയിന്റ് റിലീസ് ചെയ്തു. നിങ്ങൾക്ക് ഉള്ളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ദൈവരാജ്യമാകാൻ മാറാം, ദൈവരാജ്യമായി മാറാം നിങ്ങളുടെ ഉള്ളം. അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയുക, ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, സാക്ഷാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു തന്റെ സുവിശേഷത്തിൽ ആദ്യം പറഞ്ഞത് വിശ്വാസമല്ല, മാനസാന്തരം. ചരിച്ച് മനസ്സിലാക്കണം. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരായ നാം യേശു പറഞ്ഞ മാനസാന്തരം വിട്ടിട്ട് വിശ്വാസം മാത്രം പ്രസംഗിച്ചാൽ നമ്മുടെ പ്രസംഗം കേൾക്കുന്ന ജനം ലക്ഷ്യത്തിലെത്തും. ഇത് സുവിശേഷത്തിന്റെ അപകടം. മാനസാന്തരമില്ലാതെ യേശുള്ള വിശ്വാസം മാത്രം പറയുന്ന സുവിശേഷത്തിന്റെ അപകടം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിന്റെ സുവിശേഷത്തിൽ ആദ്യം വന്നത് മാനസാന്തരമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതോട് നീ മാനസാന്തരപ്പെട്ട്. നമുക്ക് അപ്പോസ്തലന്മാരുടെ സുവിശേഷ വേലകൾ ശ്രദ്ധിക്കാം. അവർ യേശുവിനെ പ്രസംഗിച്ചു. പക്ഷെ എങ്ങനെയാണ് യേശുവിനെ പ്രസംഗിച്ചത്? മാനസാന്തരം പറഞ്ഞുകൊണ്ടാണ്. അപ്പോസ്തലപ്രവൃത്തി 20:21 വായിച്ച്. അവർ പറയാണ് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. നീ എവിടെന്നാ തിരിച്ചു പോയേ? ദൈവത്തിൽ നിന്നാ പോയേ, അങ്ങോട്ടേക്ക് തിരിച്ചു പോവാ. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം 20:21 വായിച്ച്. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. കേട്ടോ, ഇതാണ് മെത്തേഡ്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. ഇതാണ് യേശുവും സ്നാപയോഹനാനും ഒക്കെ പ്രസംഗിക്കണേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞെ, ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതാണ് ആദ്യം വരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് യേശുവിലുള്ള വിശ്വാസം വരുന്നത്. രണ്ട് പാർട്ടുണ്ട്. ഇത് രണ്ടും നമ്മളുടെ സുവിശേഷത്തിന് ആവശ്യമാണ്.
ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ യേശുവിലുള്ള വിശ്വാസം മറുഭാഗം. ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു കറൻസി നോട്ട്, അതിന് രണ്ട് സൈഡിലും പ്രിന്റിംഗ് ഉണ്ട്, രണ്ട് സൈഡിലും അതിൻ്റെതായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പ്രോമിസറി നോട്ടാണ്. ഒരു ഭാഗത്ത് അതിന്റെ കാര്യങ്ങൾ എഴുതി ഗവർണർ സൈൻ ചെയ്തിട്ടുണ്ടാവും, മറുഭാഗത്ത് അതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് അതിന് വാല്യൂ ഉള്ളത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. ഇത് രണ്ടും ആവശ്യമാണ്. ഇതേപോലെ ആദ്യ ഭാഗം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഒന്നാം ഗവൺമെന്റ് സമീപിച്ചിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യ, നിനക്ക് തല നഷ്ടപ്പെട്ടു പോയി. ആ തല നഷ്ടപ്പെട്ടു പോയാൽ നീ ഇന്ന് പിശാചിന്റെ കീഴിലാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നിനക്ക് അറിയത്തില്ല. കാരണം തലയിലാണ് നിന്റെ പ്രവർത്തനം ഇരിക്കുന്നത്. നീ സൃഷ്ടിപ്പിൽ നീ ഒരു ബോഡി മാത്രമാണ്. എന്നാൽ ആ തല നിനക്ക് തിരിച്ചു വരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം തലയാകുന്ന ആ ഒരു ക്രമീകരണം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എങ്ങോട്ടേക്ക്? അതവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. ഇപ്പൊ നീ എങ്ങോട്ടേക്ക് തിരിഞ്ഞു? നിന്നിലേക്കാണ് നീ തിരിഞ്ഞിരിക്കണേ. നിന്നിൽ നിന്നാണ് നീ ആരംഭിക്കുന്നത്. തെറ്റാണ്. നീ ലക്ഷ്യത്തിൽ എത്തില്ല, നീ വീണുപോകും. നീ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തുവിന് തന്റെ സുവിശേഷത്തിൽ ആദ്യം മാനസാന്തരമാണോ പറയാനുണ്ടായതെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന അഭിമാനിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് മാനസാന്തരം പറയാൻ പറ്റുന്നില്ല? നമ്മളെ ആരാ ക്ഷുദ്രം ചെയ്ത് മരിക്കിയത്? അതുകൊണ്ടല്ലേ നമ്മുടെ സുവിശേഷത്തിന് ഫലമില്ലാതെയായി പോകുന്നേ. അതുകൊണ്ടല്ലേ മത്തായി 7:21, 22, 23 സുവിശേഷകരും വിശ്വാസികളും നേരെ കർത്താവ് വരെ തുപ്പിക്കളയുന്നേ. ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നേ. കാരണം അവര് മാറിയിട്ടില്ല, അവർക്ക് മാനസാന്തരമില്ല. എന്താ തെളിവെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതല്ലേ കർത്താവ് പറയുന്നേ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേൻ. അവര് മാറിയിട്ടില്ല. അവര് മാറിയത് ഹോളാണ്. അവര് മാറിയത് ചുരിദാറാണ്, വെള്ള ചുരിദാറിലേക്ക് മാറി. അവർ മാറിയത് വെള്ള ഷർട്ടിലേക്ക് മാറി. അവരുടെ വിഗ്രഹമുള്ള ആലയത്തിൽ വിഗ്രഹം ഇല്ലാത്ത ആലയത്തിലേക്ക് മാറി. അവര് മാറിയത് പുറത്താണ്. ദൈവരാജ്യം പുറത്തല്ല, ദൈവരാജ്യം എന്റെ നിങ്ങളുടെ അകത്താണ്. പുറമേയുള്ള മാറ്റമല്ല. പുറമേ യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, അകമേ യഹൂദനായിരിക്കുന്നവനാണ്. പുറമേ ക്രിസ്ത്യാനിയായിരിക്കുന്നവനല്ല, അകമേ ക്രിസ്തുവെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അകമയാണ് ദൈവരാജ്യം, പുറമേ അല്ല. ഇതുകൊണ്ടാണ് യേശു പരീശന്മാരോട് പറയുന്നത്, വെള്ളതേച്ച ശവക്കല്ലറകളെ. പുറമെ നിങ്ങൾ അഴകായി ശോഭിക്കുന്നു, മനുഷ്യർ കാണാൻ വേണ്ടിയാ നിങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ആകം ചീഞ്ഞു പൊഴുത്തിരിക്കുക ശവക്കല്ലറ പോലെ. ഇന്ന് അങ്ങനെയൊന്നും ആരും പറയാറൊന്നുമില്ല കേട്ടോ. ഇന്നിങ്ങനെയല്ല. ഞാൻ നിന്റെ കുറ്റവും പറയില്ല, നിന്റെ അഴുക്കൊക്കെ അവിടെ തന്നെ ഇരുന്നോണ്ട്. നീ എന്റെ കുറ്റവും പറയരുത്, എന്റെ അഴുക്കൊക്കെ അവിടെ തന്നെ ഇരുന്നോണ്ട്. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അഴുക്കുകൾ കൂട്ടി കൂട്ടി കൂമ്പാരമാക്കാം നമ്മുടെ ഉള്ളിൽ. എന്നിട്ട് നമുക്ക് ആഘോഷമായി ക്രിസ്തുവെ സ്തുതിച്ചും സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് നരകത്തിലേക്ക് പോകാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷീകരണം അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിലൂടെ ഒരുവൻ പ്രസംഗിച്ചാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യന്റെ ഉള്ളിൽ ബോധവും ഉണ്ടാകും. ഒരു പാപിയും ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. നീതി ആവശ്യമാണ്. നീതി ഇല്ലെങ്കിൽ നിനക്ക് ന്യായവിധി ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ബോധ്യം ദൈവത്തിന്റെ ആത്മാവാൽ സംസാരിക്കുന്നവരിലൂടെ കടന്നു വരുവാനിടയാവും. അല്ലാത്തവർ സുഖിപ്പിച്ച് ഇങ്ങനെ പറയും, കയ്യഫാവോടുകൂടി ഈ വേദി പങ്കിടുവാൻ ഇടയായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഗുരുവിനെ സ്നേഹിക്കുന്ന ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ യേശു അങ്ങനെയല്ല. വെള്ളതേച്ച കുഴിമാടോ ഉള്ളതുപോലെ പറയും. അതുകൊണ്ടാ താൻ മറ്റുള്ളവരെ ശത്രുവായി മാറിയത്.
ഗവൺമെന്റ് വെറുതെ വിട്ടിട്ടും മത നേതാക്കന്മാർ പറഞ്ഞു അവനെ ക്രൂശിക്കാൻ പറയാൻ പറഞ്ഞു. കാരണം ഞങ്ങളുടെ നേരെ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവനെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതം ദൈവം നമുക്ക് ഒരുക്കിയതിലേക്ക് നമ്മൾ മടങ്ങി വരാം. ദൈവത്തിന്റെ വചനം പറയാം, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ ഈ രാജ്യത്തിലേക്ക് കയറുക. ലോകസ്ഥാപനം മുതൽ നമ്മുടെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യമാണെന്നേ, മനുഷ്യരാജ്യമല്ല, ദൈവരാജ്യമാണ്. നാം ദൈവരാജ്യമാണെങ്കിൽ ദൈവപുത്രന്മാരായി. ദൈവരാജ്യമാണോ ദൈവപുത്രന്മാരായി. അപ്പോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം മാനസാന്തരം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോ പത്രോസിന്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 3:19 അവിടെ പറയാണ്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് ജനത്തോട് പറയാണ്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിന് ആശ്വാസകാലങ്ങൾ വരും. ഹല്ലേലൂയ. അപ്പൊ ആശ്വാസകാലം എന്താ ക്രിസ്ത്യാനിക്ക് വരാത്തെ? മാനസാന്തരമില്ല. സ്തുതിയാരാധനയും പാട്ടുണ്ട്, മാനസാന്തരമില്ല. വായിച്ച 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും. മതി, ശ്രദ്ധിച്ചേ. അപ്പൊ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? തിരിയണം. അപ്പൊ മാനസാന്തരത്തിൽ എന്തുണ്ട്? തിരിവുണ്ട്. മാനസാന്തരത്തിൽ എന്തുണ്ട്? ഒരു ഹെയർ പിന്നുണ്ട്. ഈ ഹെയർ പിൻ കേട്ടോ, കണ്ടിട്ടില്ല അല്ലെ? ആ വീട്ടില് പെണ്ണുങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ തലയെ കുത്തുന്ന ഒരു സ്ലൈഡില്ലേ, അതിങ്ങനെ ഹെയർ തലയിൽ മുടിയിൽ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കും. മനസ്സിലായോ? വളഞ്ഞിങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചോ കടയിൽ നിന്ന്. അപ്പൊ എന്നിട്ട് തന്റെ വീടിന്റെ താൻ പഠിക്കുന്ന ആ ടേബിളിന്റെ മുമ്പിൽ വെക്കുക. ഇതിന്റെ പേരാണ് ഹെയർ പിൻ. ഈ മാനസാന്തരം പഠിക്കണമെങ്കിൽ ഒരു ഹെയർ പിൻ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഹെയർ പിന്റെ അത്ര പ്രോപ്പർ ആയിട്ടില്ലല്ലോ, ഊട്ടിയിലോ ഏർക്കാടോ ഒക്കെ ഒന്നൊരു യാത്ര പോയാൽ മതി. ഹെയർ പിൻ നമ്പർ 1, ഹെയർ പിൻ നമ്പർ 2, ഹെയർ പിൻ നമ്പർ 3. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് ഈ സ്ത്രീകളെ തല കുത്തുന്ന ഹെയർ പിൻ മേടിച്ചു വെക്കില്ല. കറക്റ്റ് ഹെയർ പിന്. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ പിൻ മെത്തേഡാ. അതാണ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? തിരിയണം. യു-ടേൺ എടുക്കണം. യു-ടേൺ. അതായത് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് എന്റെ പൊന്നുമോനെ നീ ലക്ഷ്യത്തിലെത്തത്തില്ല. കാരണം യേശുള്ള വിശ്വാസമല്ല ആദ്യം വേണ്ടത്. ആദ്യം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം വേണ്ടേ. ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടാതെ യേശുവിൽ വിശ്വസിച്ച് കടന്നു ചെന്നാൽ അവസാനം മത്തായി 7:21, 22, 23 പോലെ ഇരിക്കും. ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചു, അങ്ങയുടെ സുവിശേഷം അറിയിച്ചു, രോഗികളെ നോക്കിയ, ഭൂതങ്ങളെ പുറത്താക്കി, ഒക്കെ ശരിയാ, നല്ല കാര്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്ന സുഖത്തിൽ കിടക്കുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. കാരണം മാനസാന്തരം ഇല്ല. രണ്ടാമത്തെ പാർട്ടുള്ളത് യേശുള്ള വിശ്വാസം. അതിന് ചെലവൊന്നുമില്ലല്ലോ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയ മക്കളെ, നമ്മൾ 180 ഡിഗ്രി യു-ടേൺ എടുക്കണം. അടുത്ത ക്ലാസ് നമുക്കത് പറയാം. 180 ഡിഗ്രി യു-ടേൺ എടുക്കണം. അല്ലെങ്കിൽ വട്ടപ്പാറ പോലെ ഇരിക്കും നമ്മുടെ കാര്യം. വട്ടപ്പാറ അറിയോ? അറിയില്ല അല്ലെ? ഇവിടെ കേരളത്തില് ഒരു വട്ടപ്പാറ എപ്പോഴും ഈ ലോറിയും ടാങ്കർ ലോറിയും ഒക്കെ വലിയൊരു ഗർത്തത്തിലേക്ക് പോയി വീഴുന്ന സ്ഥലമുണ്ട്. വട്ടപ്പാറ സ്ഥലത്തിന്റെ പേര്. തൃശ്ശൂർ അപ്പുറമുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റില് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ആ നോക്കുമ്പോ ഇങ്ങനെ വലിയ ലോറികൾ ഇങ്ങനെ വന്നിട്ട് പോലെ ഇങ്ങനെ വളഞ്ഞിട്ടോ നമ്മൾ താഴേക്ക് പോകണം. കാരണം അതൊരു യഥാർത്ഥത്തിൽ യു-ടേൺ ഒന്നും അല്ല, അതൊരു 90 ഡിഗ്രി തിരിവാ, ഒരു ഇറക്കം കൂടിയാ. ഈ ഡ്രൈവർമാര് ഇങ്ങനെ ശ്രദ്ധിക്കാതെ നിങ്ങൾ പോരുമ്പോ ആ ഇറക്കം വരുമ്പോ നല്ല ഇറക്കവും വരിക. ഇറക്കത്തിൽ ഒരു 90 ഡിഗ്രി തിരിവുണ്ട്. 180 അല്ല, 190. അവരങ്ങ് ചെന്നിട്ട് അവർക്ക് ബ്രേക്ക് പിടിച്ചാലും കിട്ടത്തില്ല, വണ്ടി വളയത്തൂല്ല. വണ്ടി വളയാൻ നേരെ അങ്ങ് ഇടിച്ചങ്ങ് പോകും. വട്ടപ്പാറ ക്രിസ്ത്യ ജീവിതത്തിന്റെ വട്ടപ്പാറയാണ്. മത്തായി 7:22-23 വട്ടപ്പാറ. യേശുവേ, ഞങ്ങളെ കർത്താവായി സ്വീകരിച്ചു, അങ്ങനെ രാമത്തിൽ രോഗികളെ ഭൂതങ്ങളെ കൊണ്ടാക്കി പ്രവചിച്ചു. കർത്താവ് ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിയുന്നില്ല. വട്ടപ്പാറ. ഒരിക്കലും വിശ്വാസം യേശുള്ള വിശ്വാസമാണ്.
എന്തില്ല? മാനസാന്തരം സംഭവമില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പോകുന്ന വഴി നേരെ തീപ്പൊയ്കയിലേക്കാണെന്നും നീ പോകരുത്, നീ നേരെ 180 ഡിഗ്രി യൂ ടേൺ എടുക്കണമെന്നും അതിന്റെ അർത്ഥം. അടുത്ത ക്ലാസ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം അതിനെ കുറിച്ച്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരമില്ലാത്ത സുവിശേഷം നമ്മളെ രണ്ടാം രാജ്യത്ത് നിന്ന് ഒന്നാം രാജ്യത്തിലേക്ക് കടത്തത്തില്ല. അതാണ് യേശു കർത്താവ് പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നീ ഇപ്പോഴും രണ്ടാം രാജ്യത്ത് തന്നെയാണ്. സ്വർഗരാജ്യത്ത് ഒന്നാം രാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അവിടെയാണ് മരണമില്ലാത്തത്. അവിടെയാണ് നീ ദൈവരാജ്യമായി തീരുന്നത്. അതിലേക്ക് വരണം. അങ്ങോട്ടേക്കാണ് നിനക്ക് ഇൻവിറ്റേഷൻ. ഇതാണ് ഹെബ്രായ ലേഖനം 3:1 പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അല്ലാണ്ട് ഡൽഹിയിലേക്കല്ല നമ്മളെ വിളിച്ചേ, ന്യൂയോർക്കിലേക്കല്ല നമ്മളെ വിളിച്ചേ. ഇതൊക്കെ മനുഷ്യരാജ്യം എല്ലാം മരിച്ചു പോകും. പക്ഷെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യണം. അപ്പൊ നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പൊ സത്യയോട് മനസ്സിലാക്കുക, മനുഷ്യരെ അല്ല ഫോളോ ചെയ്യേണ്ടത്, സാക്ഷികളുടെ സമൂഹത്തെ അല്ല ഫോളോ ചെയ്യേണ്ടത്, വിശ്വാസ നായകനും പൂർത്തിവർദ്ധനുമായ യേശുവെ അനുഗമിക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ ലക്ഷ്യത്തിലെത്തുക. ഹല്ലേലൂയ. അതിനാദ്യമേ നമുക്ക് വേണ്ടത് യേശു ക്രിസ്തു ആവശ്യപ്പെട്ടതുപോലെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് വെച്ചാൽ 180 ഡിഗ്രി തിരിവാണ്. ഡയറക്ഷൻ മാറുകയാണ്, ജീവിത ഡയറക്ഷൻ മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഇന്ന് ഇത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. രണ്ടാം ഗവൺമെന്റിൽ നിന്ന് ഒന്നാം ഗവൺമെന്റിലേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുക, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ നമുക്ക്. അപ്പോ നമുക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നാം ഭയപ്പെടണം. പിന്നെ അതിനുള്ള വഴി എന്ന് പറയുന്നത്, യേശു പറയുന്നു, തന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നതല്ല, പിതാവിന് ഇഷ്ടം ചെയ്യില്ല. നാം മാനസാന്തരപ്പെടും പിതാവിന്റെ. മാനസാന്തരം എന്ന് വെച്ചാൽ ചുമ്മാ കരച്ചിലല്ല. നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കരച്ചിലാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ 180 ഡിഗ്രി ഡയറക്ഷൻ മാറുക. മെറ്റനോയോ എന്നുള്ളൊരു വേട ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക, ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കുക. ജീവിതത്തിൽ എപ്പോഴും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്ന താഴ്മ ധരിക്കുക. താഴ്മയുള്ളവനെ ദൈവം തന്റെ രക്ഷ കൊണ്ട് അലങ്കരിക്കും. അവന് അധിക കൃപ കൊടുക്കുവാനായിട്ട് ഇടയാണ്. ഞാൻ ചിന്തിക്കുന്നു ദൈവം ഇവിടെ സംസാരിച്ചു വന്നു. ഇനി നമ്മുടെ ലക്ഷ്യം രണ്ടാം ഗവൺമെന്റിൽ നിന്ന് ഒന്നാം ഗവൺമെന്റിലേക്ക് പോവാം. അങ്ങനെ ഒന്നാം ഗവൺമെന്റിൽ ചെന്നാൽ മൂന്നാം ഗവൺമെന്റിന്റെ ആവശ്യം പിന്നെ നമുക്ക് അവിടെ ഇല്ല. കാരണം നാം ഒന്നാം ഗവൺമെന്റിന്റെ കീഴില്ല. ഹല്ലേലൂയ. മൂന്നാം ഗവൺമെന്റ് ഉണ്ടായതിന്റെ കാരണം നമ്മൾ ഒന്നാം ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റിലേക്ക് വന്ന് തലയില്ലാത്തവരായി പ്രവർത്തിച്ച് പാപത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് മൂന്നാം ഗവൺമെന്റ് ആവശ്യം വന്നത്, ന്യായപ്രമാണത്തിന്റെ ആവശ്യം വന്നത്. എന്നാൽ നാം ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന ഒന്നാം ഗവൺമെന്റിലേക്ക് പോയാൽ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർ ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവരായിട്ട്. അപ്പൊ വ്യക്തതയോടെ ഇത് മനസ്സിലാക്കുക. ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്, സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വർക്ക്സ് എന്നാണ്, സ്പിരിച്വൽ വർക്ക്സ് ആണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഏതൊരു എഞ്ചിനീയറിംഗ് ഭൂമിയിലെ ടെക്നോളജിയേക്കാൾ ശ്രേഷ്ഠമായ എഞ്ചിനീയറിംഗ് ആണ് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നു ക്രിസ്തുയേശുവിലൂടെ. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഓർക്കുന്നു, നിങ്ങളെല്ലാവരും പിതാവിനെ ഉപദേശിക്കപ്പെട്ടവരാ. യേശു ക്രിസ്തു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, ജഡരക്തങ്ങളല്ല പത്രോസെ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗത്തിലെ എന്റെ പിതാവാ നിനക്കിത് വെളിപ്പെടുത്തി. അപ്പൊ അങ്ങ് ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ക്രിസ്തയേശുവിൽ ഞങ്ങളെ അങ്ങയുടെ മാരോട് ചേർത്ത് ഒന്നാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഉള്ളിൽ നടക്കുന്ന അതിശയകരമായ കാര്യങ്ങൾ അങ്ങ് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പിതാവ്, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മൂന്ന് ഗവൺമെന്റുകളിൽ നിന്നും രണ്ടാമത്തെ ഗവൺമെന്റിൽ നിന്ന് ഒന്നിലേക്ക് മടങ്ങുന്നതും അതിനുള്ള ഏക വഴിയാണ് യേശു എന്നും ആ യേശുവിലൂടെ ഞങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താമെന്നും
ഒക്കെ പറഞ്ഞു തന്നതിനായി നന്ദി. എന്നാൽ ഈ സുവിശേഷം ഞങ്ങൾക്ക് നല്ലൊരു പകരം മിസ്സായിപ്പോയി. എന്നാൽ ഞങ്ങൾക്ക് അത് തിരിച്ചു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ വീണ് നശിച്ചു പോകാതെ എല്ലാവരും അങ്ങനെയൊക്കെ വേണ്ടി ഒരിക്കൽ ലക്ഷ്യത്തിൽ എത്തുവാൻ, അങ്ങനെ എത്തിച്ചേരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവാന തലയോളം വളരുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ആത്മാവ് നടത്തപ്പെടുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. പ്രിയ പിതാവേ, ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തിൽ അനേക ആവശ്യങ്ങൾ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്കുണ്ട്, ഈ മക്കൾക്ക് ഏവർക്കുമുണ്ട്. ആവശ്യങ്ങളുടെ മേലെല്ലാം അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനപരമായി ഭാരപ്പെടുന്നവരെ അങ്ങ് സഹായിക്കണമേ. ശരീരാരോഗ്യമായി ഭാരപ്പെടുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അടിപ്പിണറുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്, വിശ്വാസത്തോടെ ഏറ്റെടുത്താണ്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ദൈവത്തിന്റെ ആത്മശക്തി വിശ്വസിക്കുന്നവർ മേൽ വ്യാപരിക്കുകയാണ്. യെസ്, ഇപ്പോൾ മാത്രമല്ല, ഇനി എപ്പോഴും ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇതിലൂടെ വ്യാപരിക്കുന്ന ആത്മശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ സ്പർശിക്കട്ടെ. ആ ശരീരത്തിൽ സ്പർശിക്കട്ടെ. ആ രോഗമുളവാങ്ങളെ സ്പർശിക്കട്ടെ. ആ വേദന അവിടെ നിന്ന് മാറിപ്പോകട്ടെ. ആ രോഗാണുക്കൾ അവിടെ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ജീവൻ പ്രിയമകനെ പ്രിയമകളെ നിന്നെ തൊടുകയാണ്. പരിപൂർണ സൗഖ്യമുള്ളവനായി തീരട്ടെ. ആശുപത്രി കട്ടിൽ നിന്ന് നീ സൗഖ്യമുള്ളവനായി എഴുന്നേൽക്കട്ടെ. രോഗശൈലിയിൽ നീ എഴുന്നേൽക്കട്ടെ. നിന്റെ രോഗം എന്ത് തന്നെയായാലും യേശു ക്രിസ്തുവിന്റെ അടിപ്പുറമുള്ള സൗഖ്യം നിന്റെ മേൽ കൽപ്പിക്കുകയാണ്. ഹൃദയ സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് ഹൃദയ സമാധാനം കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കട്ടെ. നാളെ എങ്ങനെ നേരിടണമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന പ്രിയമകനെ നിനമേൽ ദൈവത്തിന്റെ കരം കടന്നു വരികയാണ്. ദൈവത്തിന്റെ ആശ്വാസം കടന്നു വരികയാണ്. ദൈവത്തിന്റെ നന്മകൾ നിന്നെ നിറയപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. പിതാവേ, അങ്ങയുടെ ജീവന് സമാധാന ഐശ്വര്യവും ഒക്കെ അങ്ങ് തന്നതിനായി നന്ദി. ഈ മക്കളുടെ മേൽ അതെല്ലാം കൽപ്പിക്കുന്നു. എല്ലാ മേഖലയിലും ഈ മക്കളുടെ അനുഗ്രഹമായി വെളിപ്പെടട്ടെ. അപ്പോൾ തന്നെ ഈ ചാനലിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അങ്ങയുടെ ദീപമായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ അധികമായി ഉപയോഗിച്ചാണ് ഇവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടായിരുന്നു. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. അങ്ങയുടെ ക്രിസ്തുവിനെ അവയവമായി ഉപയോഗിച്ചതിനായി നന്ദി. സർവമഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയ ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി ഉപയോഗിച്ച ഗോസ്പൽ TV ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എവരെയും ട്യൂൺ ചെയ്തവരെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും നമുക്ക് ഇതിന്റെ തുടർന്നുള്ള ഭാഗം. കാരണം അടുത്ത ആഴ്ച 4-ാം തീയതി എറണാകുളം പ്രാർത്ഥനാലയത്തിൽ റിട്രീറ്റ് തുടങ്ങുകയാണ്. നിങ്ങൾ ഏവരും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുള്ള വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവരാം. ഒരാഴ്ച എല്ലാം മറന്ന് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് എല്ലാ ഭാരങ്ങളൊക്കെ ഒന്ന് വിട്ട് ദൈവത്തോട് കൂടി ആയിരിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവനോട് പോകും. അതിനു മുമ്പ് ദൈവത്തോട് കൂടി ആയിരിക്കുക. ദൈവ ചിന്തകൾ മനസ്സിലാക്കുക. സ്നേഹനിധി അപ്പനെ തിരിച്ചറിയുക. ക്രിസ്തു മുഖാന്തരം ഒരു അവസരം ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഏവരെയും ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഗോസ്പൽ TV ചാനലിലുണ്ട്. എന്നാൽ ലിമിറ്റഡ് ആണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kingdommessages.com www.kingdommessages.com വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഞങ്ങളുടെ പുസ്തകങ്ങളുണ്ട്, ഡെയിലി ബ്രെഡുകളുണ്ട്, ഈ സന്ദേശങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ SVJ മെസ്സേജസ്, ഷാജി V വെമ്പനാട്ട് J ജോസഫ് ഒരു സ്പേസ് ഇട്ട് മെസ്സേജസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ധാരാളം സന്ദേശങ്ങൾ അതിലൂടെ ലഭിക്കാനിടയാവും. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ഫേസ്ബുക്ക് ചാനലുണ്ട്, v.o.g. ഇതിലൂടെയെല്ലാം നമ്മുടെ ട്വിറ്ററിൽ ടെലിഗ്രാമിൽ ഞങ്ങളുടെ ബൈബിൾ സ്കൂളുണ്ട്, SVJ KG ആൻഡ് NC ബൈബിൾ സ്കൂൾ. നിങ്ങൾക്ക് തന്നെത്താനെ എൻറോൾ ചെയ്യാവുന്നതാണ്. ധാരാളം പഠിക്കാവുന്നതാണ്. ഏകദേശം 400+ ക്ലാസ്സുകൾ അതിൽ ഓൾറെഡി ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് എന്നാണ് യേശുവിനോട് പറഞ്ഞത്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അപ്പൻ്റെ അടുക്കലെത്താം. ദൈവം എവരെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അതുപോലെ ഇത്രയും സമയം ഈ ഗോസ്പൽ TV UP എന്ന ചാനലിനോടൊപ്പമായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത ആഴ്ച നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉണ്ടാവുന്നതല്ല, വ്യാഴാഴ്ച ഉണ്ടാവുന്ന ഇതിൻ്റെ ബാക്കി നമുക്ക് വരുന്നതിൻ്റെ പിന്നത്തെ ആഴ്ച കർത്താവ് നമ്മെ സഹായിക്കട്ടെ കേൾക്കുവാനും. അതിനായിട്ട് ദൈവത്തിൻ്റെ ദാസനെയും ദൈവം തൻ്റെ
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കൂടുതലായിട്ട് ശക്തീകരിച്ച് അനേകർക്ക് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Praise God. Thank you very much. 67 BT 4821 vehicle has stopped.